ഓക്കെ, അതിന്റെ ഭാഗത്താണ് നമ്മളിത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാ പാരന്റ്സും പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഷംനയാണ്. ഷംന മാം ആണ്. ഷംന പാരന്റിങ് കോച്ചാണ്. ഓക്കെ, അപ്പൊ ഒപ്പം ആളൊരു കോളേജ് ലെക്ചർ കൂടിയാണ്. അപ്പൊ ആളായിരിക്കും ഇന്ന് സെഷൻ ലീഡ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ ഈ പ്രിപ്പറേഷനിൽ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ യെസ്, യെസ് ഷംന, ഓവർ ടു യു. Thank you so much, Sadiq, for the wonderful welcome and for giving me this chance. ഹായ്, ഞാൻ വീഡിയോയിൽ രണ്ടുപേര് മാത്രമേ കാണുന്നുള്ളൂ. എനിക്ക് ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ രസമായിട്ട് പോവാന്നുള്ളതാണ്. എനിക്ക് നിങ്ങളെ ഫേസ് കാണുമ്പോൾ കുറച്ചും കൂടെ രസമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റും സെഷന്. അപ്പൊ പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വീഡിയോയിൽ വന്നാൽ നന്നായിരിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ വീഡിയോയിൽ വരാന്? ഓക്കെ, അപ്പൊ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളവരൂടെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. സാദിഖ് ഓൾറെഡി പറഞ്ഞു, എന്റെ പേര് ഷംന റിയാസ്. ഞാൻ ബേസിക്കലി ഫാർമസിസ്റ്റ് ആണ് ബൈ പ്രൊഫഷൻ. ഫാർമസിസ്റ്റ് ആണ്. ഞാൻ നാട്ടില് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഒരു കോളേജിൽ. ഇപ്പൊ ഞാൻ സൗദിയിലാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അതിന്റെ കൂടെ തന്നെ ഒരു പാരന്റിങ് കോച്ച് കൂടെയാണ്. അതുപോലെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. അപ്പൊ ഇന്ന് ആക്ച്വലി ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ മക്കളുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്ന കുറച്ച് പാരന്റ്സിനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെ മക്കൾ വലിയൊരു നിലയിൽ എത്തിയതിനു ശേഷം ഒക്കെ ഇന്ന ആളുടെ പാരന്റ് ആണ് ഞാൻ. ഇപ്പൊ ഇതിൽ പേര് ഞാൻ കാണുന്നത് ഖദീജ മാം, സഹീറ, ശ്രീലക്ഷ്മി മാം, ശ്രീരാജ് സർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ പേര് മാറിയിട്ട് ചിലപ്പോൾ ഭാവിയിൽ ഇന്ന ആളുടെ പാരന്റ് ആണ് ഞാൻ എന്ന് അറിയപ്പെടും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോ ഇതെനിക്ക് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാനാണ് താല്പര്യം. എനിക്ക് ഫസ്റ്റ് അറിയേണ്ടത്, ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ എക്സാം വരുന്നത് മെയ് 3-നാണെന്ന് സാദിഖ് ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കുന്ന സമയത്ത് വരുന്ന ഒരു കൺസേൺ എന്താണ്? ഈ എക്സാം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നീറ്റ് എക്സാം, ഇപ്പോ സാദിഖ് പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവാം, +2 കഴിഞ്ഞ് ഡയറക്റ്റ് എഴുതുന്നവരുണ്ടാവാം. പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഇപ്പൊ എക്സാം അടുത്ത് വരാനായി, ഇപ്പൊ ഒരു ഇത്രയും സമയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പൊ പെട്ടെന്ന് വരുന്ന മനസ്സിൽ വരുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ ഉണ്ടാവൂലേ? എന്റെ മോൻ അല്ലെങ്കിൽ എന്റെ മോള് എക്സാം എഴുതാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ക്വിക്കായിട്ട് വരുന്ന ആ ഒരു കൺസേൺ നിങ്ങൾക്ക് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മ്യൂട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയും ചെയ്യാം. വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള ടൈം എടുക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി എല്ലാവരും, എല്ലാ പാരന്റും സൂം പരിചയമാവണമെന്നില്ലാന്ന് തോന്നുന്നു. ആയിട്ട് വരുന്നേ ഉള്ളൂ അല്ലെ? എനിക്ക് അതെ, തോന്നുന്നു അതെ. ശ്രീരാജ് സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു അൺമ്യൂട്ട് ബട്ടൺ അവിടെ സൈഡിലുണ്ട്. നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ, ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ടു നോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഒരു കൺസേൺ ആയിട്ട് വരുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു പേസിൽ തുടങ്ങാം. ഞാൻ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് അതിനെ അഡ്രസ് ചെയ്ത് സംസാരിക്കാം എന്നാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം നിങ്ങളുടെ മക്കള് ഒന്നെങ്കിൽ മകളാവാം അല്ലെങ്കിൽ മകനാവാം, എല്ലാവരും ഇപ്പൊ മെയ് 3 എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ചിലപ്പോൾ 1 വർഷമായിട്ടായിരിക്കും, ചിലപ്പോൾ 2 വർഷമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അവര്. അതെ, അവരെ
നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കൈകളിൽ പഠിക്കുന്നതിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിട്ടുള്ള കൈകളിൽ നിങ്ങൾ ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ സബ്ജക്ട് അവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ കൂടെ എക്സ്ട്രാ സപ്പോർട്ട് ആയിട്ട് ഇപ്പോൾ സാധിക്കുന്ന പോലെ ദിലേഷിനെ പോലെയുള്ള ആളുകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ആയിട്ട് ഇനിയിപ്പോ എന്താണ് അവർക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ളത് എന്നൊരു ചിന്തയിൽ നിന്നും ആയിരിക്കണം ഈ ഒരു സെഷൻ ഇന്ന് ഇവിടെ ഇവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സമർപ്പിച്ചു കൊടുത്തു ഈ ടീച്ചേഴ്സിനൊക്കെ അല്ലെ. എന്റെ കുട്ടി നന്നായിട്ട് വരും, എന്റെ കുട്ടി നന്നായിട്ട് എക്സാം എഴുതും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ ടീച്ചേഴ്സിന്റെ കൈകളിലേക്ക് അവരെ സമർപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ സമർപ്പണത്തിൽ നിങ്ങൾ ആദ്യം 100% എന്ത് ചെയ്യുക, വിശ്വസിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇനി അതിന്റെ പുറത്ത് ഡൗട്ട് ഒന്നും വേണ്ട, അവരെ കുട്ടികളുടെ കാര്യം അവരെ നോക്കിക്കോളും. അപ്പൊ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്റെ കുട്ടി, എന്റെ മോനോ മോളോ ആണ് എക്സാം എഴുതാൻ പോകുന്നത്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊരു ചിന്ത ചില പാരന്റ്സിന്, ചില രക്ഷിതാക്കൾക്ക്, ചില മാതാപിതാക്കൾക്ക് വരാറുണ്ട്. അവരല്ലേ പഠിക്കേണ്ടത് അല്ലെ? അങ്ങനെ വരുന്നവരാണോ? ഓക്കെ. അപ്പൊ എന്റെ പാർട്ട് എന്താണ് എന്നുള്ള ഒരു തോട്ട് പല രക്ഷിതാക്കൾക്കും ഉള്ളതായിട്ട് ഇപ്പൊ ഞാൻ ഈ പാരന്റിങ് കോച്ചിങ് മേഖലയിലൊക്കെ വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ എന്താ ചെയ്യാനുള്ളത്? അവനല്ലേ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവളല്ലേ ചെയ്യാനുള്ളത്? ഞാൻ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാനാക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ അവനാണല്ലോ ചെയ്യണ്ടേ, ബാക്കിയൊക്കെ അവളാണല്ലോ ചെയ്യണ്ടേ എന്നൊരു ചിന്ത വരുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെയാണ് ഈ രക്ഷിതാക്കളുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങള് ചിന്ത ആ ഒരു രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മക്കളെ എങ്ങനെ നല്ല രീതിയിൽ അവരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് വേണ്ട രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോകാൻ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. റെഡിയാണോ? റെഡി ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലുള്ളവരൊന്നും ഇങ്ങനെ കാണിക്കുമോ? രണ്ടാളെ മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വരിക, അപ്പൊ കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പൊ എനിക്ക് ഇന്ന് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷമായിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ മക്കളാണ്, അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ വരും. അതിന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റൂല, രക്ഷിതാക്കൾക്ക് എന്തായാലും ഒരു പ്രഷർ വരും. പക്ഷെ ഇവിടെ നമ്മൾ ഓവർ പ്രഷറൈസ്ഡ് ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന കുറച്ച് കൺസേൺസിനെ കുറിച്ചാണ്. ഒരു സെക്കൻഡ്. റിയലി സോറി, ഒരു കോൾ വന്നപ്പോ അങ്ങനെ കട്ടായി പോയതാണ്. ഓക്കെ, അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ്. അപ്പൊ ഇവിടെ ഞാനൊരു സ്റ്റോറി, ഒരു കഥ പറഞ്ഞു തുടങ്ങിയാലോ? കഥ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പാരന്റ്സ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ? ഇതൊരു തിരിച്ചിട്ടാവാം. ഞാനൊരു കഥ പറഞ്ഞു തരാം. റെഡിയാണോ? കഥ കേൾക്കാൻ റെഡിയാണോ? ഇതൊരു കൃഷി ചെയ്യുന്നവരാണോ നിങ്ങളൊക്കെ? എന്തെങ്കിലുമൊക്കെ അടുക്കളത്തോട്ടമായിട്ടോ അല്ലെങ്കിൽ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ കൃഷിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ? അപ്പൊ എന്താ ഒരു കർഷകൻ എന്താ ചെയ്യാറുള്ളത്? കർഷകന്റെ കയ്യിൽ ഒരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ കർഷകൻ എന്താ ചെയ്യാ? നന്നായി കൃഷി ചെയ്യുന്ന, നല്ല സമർപ്പണത്തോടു കൂടി കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും നല്ല വിത്ത് അയാളുടെ കയ്യിലുള്ളത്, അതിൽ അയാൾക്ക് ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാളുടെ കൃഷിസ്ഥലമൊക്കെ എന്താവും? മണ്ണൊക്കെ റെഡിയാക്കും. എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മണ്ണിന്ന് മാറ്റും. എന്തെങ്കിലും പുല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയും. എന്നിട്ട് എന്താ വിത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ നിലത്ത് ഒരുക്കിയതിന് ശേഷം ആ വിത്തിനെ കുഴിച്ചിടും അല്ലെ? ആ വിത്തിനെ കുഴിച്ചിടുന്ന സമയത്ത് അത് ഏറ്റവും ചില വിത്തുകൾ എന്തായിരിക്കും? തണലിന്റെ ചോട്ടിലായിരിക്കും വിത്ത് കുഴിച്ചിടേണ്ടി വരുന്നത്. ചിലത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കും കുഴിച്ചിടേണ്ടി വരുന്നത്. ചിലത് ആഴത്തിലായിരിക്കും. ചിലത് കുറച്ച് നമ്മൾ മണ്ണ് പൊക്കിയിട്ട് അതിന്റെ മേലെ ആയിരിക്കും ചില വിത്തുകൾ നമ്മൾ നടുന്നത്, കർഷകര് നടുന്നത് അല്ലെ? ചിലതിന് ഡെയിലി എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വിത്തുകൾ ഉണ്ടാവും. ചില വിത്തുകൾ എന്തായിരിക്കും? അത്ര പെട്ടെന്ന് എന്നൊന്നും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ചില വിത്തുകൾക്ക് ചില പ്രത്യേക രീതിയിലുള്ള വളം ആയിരിക്കൂടെ? എല്ലാ വിത്തിനും ഒരേപോലെയുള്ള വളമല്ല ഇടുന്നത് അല്ലെ? ആണ്. അപ്പൊ ചില വിത്തുകൾ എന്ത് ചെയ്യും? ഈ കോഴി, ആട് ഒക്കെ വന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അതിനെ ഏർപ്പാടാക്കി കൊടുക്കൂല അവര്. ചിലര് ഈ തെങ്ങിന്റെ ഓല കൊണ്ടൊക്കെ മറച്ചു വെക്കും. ചില കർഷകരാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ടെക്നോളജിക്കലി ഒക്കെ ഏബിൾ ആയിട്ടുള്ള കർഷകരാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു നെറ്റൊക്കെ കെട്ടി കൊടുക്കും ചിലപ്പോ. അത് കുറച്ചൊന്ന് വലുതാവുന്നത് വരെ അതിനാരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പൊ ആ കർഷകന് അറിയാം എത്ര ദിവസം കൊണ്ടാണ് അത് മുള പൊട്ടി വരിക. കുറച്ച് സമയം നമ്മൾ കൊടുക്കണം, അല്ലെ? അത് മണ്ണിൽ നിന്ന് നമ്മൾ വേണ്ട ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും വളവും വേണ്ട തണലും വെയിലും എല്ലാം കൊടുത്ത് നമ്മൾ കാത്തിരിക്കും. എന്തിന്? കർഷകൻ കാത്തിരിക്കും. എന്തിനാ കാത്തിരിക്കുന്നത്? കറക്റ്റ് സമയമാവുമ്പോ ആ മുള പൊട്ടി വരാൻ വേണ്ടിയിട്ട് കർഷകൻ കാത്തിരിക്കും. കറക്റ്റ് അല്ലേ? ആ കർഷകൻ എത്ര മുള പൊട്ടാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാലും ആ മുള പൊട്ടിക്കുന്നത് ആരാണ്? നമുക്കതിനെ ദൈവമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റർ എന്നോ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് എന്നോ എന്തും വിളിക്കാം. അങ്ങനെ ഏതോ ഒരു ശക്തി ഉണ്ടല്ലേ അത് പൊട്ടിച്ചു വരുന്നത്. അല്ലെങ്കിൽ എത്ര നല്ല വിത്താണ് എന്നുണ്ടെങ്കിലും, എത്ര നല്ല വളമാണെങ്കിലും, എത്ര നല്ല മണ്ണാണെങ്കിലും ചില വിത്തുകൾ മുളക്കാറില്ല, അല്ലെ? അതിനെ മുളപ്പിക്കുന്നത് എന്താണ്? ആ കർഷകനും ആ വിത്തിനും ആ നിലത്തിനും ഒക്കെ ഉപരിയായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ആ വിത്തിനെ മുളപ്പിക്കുന്നത്. പക്ഷെ ആ കർഷകൻ അറിയാം ഇത്ര ദിവസം കഴിഞ്ഞത് ഇന്ന വിത്താണ്, ഇത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ വിത്ത് മുളച്ചു വരുള്ളൂ. ചിലപ്പോൾ 10 ദിവസം, എനിക്ക് അത്ര നോളജ് ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന തെറ്റായിരിക്കാം. 10 ദിവസം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ 10 ദിവസം ആയിരിക്കാം, ചിലപ്പോൾ 15 ദിവസം ആവാം, ചിലപ്പോൾ 1 മാസം ആവാം, ചിലപ്പോൾ 3 ദിവസം ആവാം, അല്ലെ? അതിനനുസരിച്ചിട്ട് ആ കർഷകൻ എന്ത് ചെയ്യും? അതിന് വേണ്ട ഡെയിലി അതിന് വേണ്ട സംരക്ഷണം കൊടുത്തോണ്ടിരിക്കും. ആ കർഷകന് വേണ്ട കഴിയാവുന്ന രീതിയിലൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പൂർണ്ണമായ വിശ്വാസത്തോടെ, പൂർണ്ണമായ ക്ഷമയോടുകൂടി, അല്ലെ? ഇന്ന് വിത്തിട്ടു, വൈകുന്നേരം ആകുമ്പോഴേക്കും കർഷകന് വലിയൊരു മരമായിട്ട് അതിൽ നിന്ന് മാങ്ങ പറിക്കണം. അപ്പൊ കർഷകന് വൈകുന്നേരം ആയപ്പോ ചെന്നപ്പോ എന്ത് കണ്ടില്ല? മുള കണ്ടില്ല. കർഷകൻ പറിച്ചു നോക്കി. ഞാൻ വെള്ളം ഒഴിച്ചിരുന്നു, ഉച്ചക്ക് വെള്ളം ഒഴിച്ചിരുന്നു, രാവിലെ വെള്ളം ഒഴിച്ചിരുന്നു, വളം ഇട്ട് കൊടുത്തിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ അത് മുള പൊട്ടിയിട്ട് പോലും ഇല്ല എന്ന് കർഷകൻ ചെയ്യോ? ഇല്ല. ആ കർഷകൻ കാത്തിരിക്കും, അതിന് വേണ്ട സംരക്ഷണം കൊടുത്തോണ്ടിരിക്കും, അല്ലെ? എന്നാൽ എന്ത് ചെയ്യും? ഇതിപ്പോ ഇനി എന്തായാലും ഇപ്പൊ എന്റെ കയ്യിലൊന്നും അല്ല, ഇതിപ്പോ എന്തായാലും ഞാനല്ലല്ലോ മുള പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് കർഷകൻ ഒന്നും ചെയ്യാതിരിക്കുവോ? അതുമില്ല. കർഷകനെ കൊണ്ട് ചെയ്യുന്ന, കർഷകന്റെ കയ്യിലുള്ള കാര്യമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെ? കർഷകന്റെ കയ്യിലുള്ള കാര്യമാണ് വളം ഇട്ട് കൊടുക്കുന്നത്. കർഷകന്റെ കയ്യിലുള്ള കാര്യമാണ് അതിന് ചുറ്റും ഒരു വേലി കെട്ടി കൊടുക്കുന്നത്, അല്ലെ? ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ആ ഒരു മിതത്വം എന്ന് പറയുന്നത് ആ കർഷകൻ അറിയാം. ആ വിത്തിന്റെ കേസില് കൂടുതൽ വെള്ളം ഒഴിച്ച് അതിനെ ചെയ്യാനും സമ്മതിക്കുന്നില്ല, വെള്ളം കൊടുക്കാതെ അതിനെ ഉണങ്ങിപ്പോവാനും സമ്മതിക്കുന്നില്ല. അത് മുളച്ചു വരാനുള്ള ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി എവിടെയാണോ സമർപ്പിക്കേണ്ടത്, ഏത് വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതോ ദൈവത്തിനെയോ ഏതോ യൂണിവേഴ്സിനെയോ ഒക്കെ വിളിക്കാം, അതിനൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അവിടേക്ക് ആ കർഷകൻ അത് സമർപ്പിക്കുന്നുണ്ട്. ആ ഒരു കർഷകനാവേണ്ട ഒരാളാണ് ഒരു പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള വിത്ത് നല്ലതാണെന്ന് നമുക്കറിയാം, അല്ലെ? എല്ലാരുടെ വീട്ടിലും എല്ലാരുടെ കയ്യിലും ഇപ്പൊ ഉള്ള വിത്ത് എന്താണ്? നല്ല വിത്താണ്. ഒരു വിത്തും കിട്ടുന്ന സമയത്ത് മോശമായിട്ടില്ല. ഇപ്പോഴും നിങ്ങളെ കയ്യിലുള്ളതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള, നാളെ വലിയ പടുവൃക്ഷമായി മാറാനുള്ള, ഈ ലോകത്തിന് തന്നെ സമാധാനം, തണല് കൊടുക്കാനുള്ള, ഓക്സിജൻ കൊടുക്കാനുള്ള ഒരു വൃക്ഷം തന്നെയാണ്. അതിന്റെ വിത്താണ് കയ്യിലുള്ളത്. അപ്പൊ നിങ്ങളിപ്പോ ഇത് ഇവിടെ ഈ മണ്ണിൽ ഇട്ടു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ടീച്ചേഴ്സിന്റെ അടുത്ത് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു മാജിക്, ആ മുള പൊട്ട എന്ന് പറഞ്ഞ പോലത്തെ മാജിക് സംഭവിക്കാനുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ് ടു സം പവർ ആണ്, അല്ലെ? പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്ത് ചെയ്യാതിരിക്കാം? അത് പറയാം ഫസ്റ്റ്. എന്ത് ചെയ്യാതിരിക്കാം? ഇടക്ക് പറിച്ചു നോക്കിയിട്ട് ഒരു 5 സെന്റിമീറ്റർ വളർന്നിട്ടുള്ളൂ, അപ്പുറത്തെ ചെടി 6 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട്. എന്റെ ചെടിക്ക് എന്താ പറ്റിയ? പറിച്ചിട്ട് വേര് അളന്ന് നോക്കാതിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ എന്റെ ചെടി, അപ്പുറത്തെ ചെടി എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്റെ ചെടിക്ക് ഞാൻ ഒരു ദിവസം 1.5 ദിവസം വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ ഈ ചെടിക്ക് ചിലപ്പോ ഇത്ര വെള്ളം മതിയാവും, അപ്പുറത്തെ ചെടിക്ക് ചിലപ്പോ എന്നും ഒഴിക്കേണ്ട ചെടിയായിരിക്കാം. അല്ലെങ്കിൽ ചില ചെടികൾ നല്ല വെയിൽ വേണ്ട ചെടികളായിരിക്കും. ഒരു ഇൻഡോർ വീടിന്റെ ഉള്ളിൽ വളരുന്ന ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ, തണലിൽ വളരുന്ന ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ അതിന് വെയിലത്ത് കൊണ്ടുപോയിച്ചാൽ അത് വാടും. അത് ആ കർഷകന് അറിയാം. അത് നോക്കിയിട്ട് ഒരു കർഷകൻ തന്നെ ചിലപ്പോൾ ഉള്ളിൽ വളരുന്ന ചെടിയും വളർത്തുന്നുണ്ടായിരിക്കാം, നല്ല വെയിലത്ത് വളരുന്ന ചെടിയും വളർത്തുന്നുണ്ടായിരിക്കാം, അല്ലെ? ആ കർഷകന്റെ സമർപ്പണവും ആ കർഷകന്റെ ക്ഷമയും ആ കർഷകന്റെ തണലുമാണ്
ആ കർഷകന്റെ കരുതലാണ് ഒരു പാരന്റ്, ഒരു രക്ഷിതാവ് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ നല്ലൊരു കർഷകനാകുന്നുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ചും ഈ ഒരു എക്സാം സമയത്ത് അല്ലെ. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനിപ്പോ അത് കുട്ടി പഠിക്കുന്നുണ്ട്, കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്, എന്റെ കഴിവിന്റെ എല്ലാ പാരന്റ്സും എന്തായാലും മക്കൾക്ക് കൊടുക്കുന്നത് അവരുടെ കഴിവിന്റെ മാക്സിമം ആയിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലതായിരിക്കും കൊടുക്കുന്നത്. ചെടിക്ക് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സംരക്ഷണമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ആദ്യം കയറിക്കൊണ്ടിരിക്കുക, മുള പൊട്ടുവോ, ഓരോ സമയം കഴിയുമ്പോഴും പൊട്ടുവോ, ഇന്ന് നാളെ മുള വരുമോ, എന്തെങ്കിലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു പോവോ, നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കർഷകനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം കർഷകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം കയറി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ചിലപ്പോ ആ മുള വന്നാലും നമുക്ക് ഒരു സന്തോഷം കിട്ടൂല, നമ്മൾ ഫുൾ ആദിയിലായിപ്പോ അല്ലെ. അതിന് 1 സെന്റിമീറ്റർ ആവുന്ന, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ ആവുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ വളരുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ വലിയ പടുവൃക്ഷം ആവുന്നുണ്ടായിരിക്കാം. പക്ഷെ ഓരോ സമയത്ത് നമുക്ക് ഈ ആദിയാണെന്നുണ്ടെങ്കിൽ ആ വളർച്ച നമുക്ക് അനുഭവിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവൂല അല്ലെ. അപ്പൊ നമുക്ക് ആ വളർച്ച ഇങ്ങനെ രസിച്ചുകൊണ്ട് ആസ്വദിക്കാൻ പറ്റണ്ടേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ കർഷകന്റെ സമർപ്പണം നമുക്ക് വരണം. നമ്മളിപ്പോ പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും എന്നുള്ള ഒരു സമർപ്പണം നമുക്ക് വരണം. അപ്പൊ ഈ ഒരു കർഷകന്റെ കഥ നിങ്ങൾ ആലോചിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കർഷകൻ ഒരിക്കലും ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, കർഷകനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സമർപ്പിക്കേണ്ടവരിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ആവാം, ചിലപ്പോൾ ഇതുപോലെയുള്ള ഇപ്പൊ ദിലേഷിനെയും സാദിഖിനെയും ഒക്കെ പോലെയുള്ള മെന്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളായിരിക്കാം. അപ്പൊ അവരിലേക്ക് സമർപ്പിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഇടയ്ക്ക് കർഷകൻ ചെയ്യാത്ത രീതി നമ്മൾ ചെയ്യാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പറിച്ചു നോക്കാൻ പാടില്ല. അപ്പുറത്തെ ചെടിയിനോടോ ഇപ്പുറത്തെ ചെടിയിനോടോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ വളരുന്ന ചെടി 5 സെന്റിമീറ്റർ വളർന്ന 6 സെന്റിമീറ്റർ വളരാതിരിക്കുന്ന ചെടി ചിലപ്പോൾ വിചാരിക്കുമോ, എന്നെ കൊണ്ട് ഞാൻ 5 ആയതിൽ ഒരു സന്തോഷവും ഇല്ല ഈ കർഷകന്, എന്നാ പിന്നെ ഇനി 5 മതി ഇന്ന് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇനി 5, 6 ആവണ്ട നാളെ എന്ന് വിചാരിക്കും. അപ്പൊ ആ രീതിയിലുള്ള കമ്പാരിസൺ, നമ്മളെ ചുറ്റിലും ഒരുപാട് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർ നമുക്ക് അറിയുന്നുണ്ടായിരിക്കാം, നമ്മളെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ടായിരിക്കാം എക്സാമിന് പ്രിപ്പയർ ചെയ്ത്. അതിൽ സന്തോഷമുള്ള കഥകളും ഉണ്ടായിരിക്കാം, അത്ര തന്നെ സന്തോഷം ഇല്ലാത്ത കഥകളും ഉണ്ടായിരിക്കാം. ആ സന്തോഷമുള്ള കഥകളിലേക്ക് നമ്മളെ മക്കളെ ചേർക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് പുറത്തൊരു ന്യൂസ് കേൾക്കുമ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരു നെഗറ്റീവ് ആയിട്ടില്ല, അത്ര സുഖമില്ലാത്തൊരു ന്യൂസ് കേൾക്കുമ്പോൾ അല്ല ഇന്നത്തെ കുട്ടികളൊക്കെ എന്താണ് മോശമാണ്, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കിഡ്സ് ശരിയല്ല എന്നുള്ള രീതിയിലേക്കാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, അതോ നല്ലൊരു ഒരു കാര്യം വരുമ്പോൾ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ഉള്ളിലുള്ള കർഷകന്റെ ഉള്ളിൽ ആദ്യം തന്നെയാണ് പുറത്ത് വിത്ത് മുളച്ചു വരുന്നതിനെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നല്ല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്ര സുഖമില്ലാത്ത ഈ എക്സാംസിന്റെ കാര്യങ്ങളിലേക്ക് ദയവ് ചെയ്ത് നമ്മൾ മക്കളെ ഇട്ട് കൊടുക്കാതിരിക്കുക, നമ്മൾ മെന്റലി ഇട്ട് കൊടുക്കാതിരിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാരന്റ്സ് എന്താണോ വിചാരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് നിങ്ങളെ മക്കളിലേക്ക് അവിടെ എത്തും. ചിലപ്പോൾ മക്കൾ ഹോസ്റ്റലിലായിരിക്കും, ചിലപ്പോൾ മക്കൾ അടുത്ത രാജ്യത്ത് പഠിക്കുമായിരിക്കും, ചിലപ്പോൾ മക്കൾ തൊട്ടപ്പുറത്തെ റൂമിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പാരന്റിന് എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് അച്ഛനാവട്ടെ അമ്മയാവട്ടെ ടീച്ചർ ആവട്ടെ, ടീച്ചേഴ്സിനല്ലല്ലോ ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവരെ മാറ്റി നിർത്തുന്നു. അച്ഛനാവട്ടെ അമ്മയാവട്ടെ, എന്താണോ ഒരു പാരന്റിന് അത് ഫീൽ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും ആ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആദ്യം കയറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ പ്രഷർ ആ കുഞ്ഞിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ ഉള്ളിൽ ആ ഒരു ഊർജം, എനർജി എന്ന് പറയും, നിങ്ങളെ ചിന്തക്ക് ഭയങ്കര എനർജി ഉണ്ട്, ഭയങ്കര ഊർജം ഉണ്ട്. നമ്മളെല്ലാവരുടെ ചിന്തക്കും എന്തുണ്ട്, ഭയങ്കര എല്ലാവരും ഊർജം ഉള്ള ആളുകളാണ്. ആ ഊർജം നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ, നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ അയാൾ എന്ത് ഭാവത്തിലാണ് ഹലോ പറയുന്നത്, അയാൾ ഇപ്പൊ സന്തോഷത്തിലാണോ, അയാൾ ഇപ്പൊ സങ്കടത്തിലാണോ, അയാൾ ദേഷ്യത്തിലാണോ, അയാൾ തിരക്കിലാണോ, നമുക്ക് മനസ്സിലാവുന്നില്ലേ? ചിലപ്പോ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളെ ഊർജം എന്ത് ഊർജത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഊർജം നമ്മളെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് അവരടുത്തുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല.
അവർ കിലോമീറ്ററുകൾ കണക്കിനുള്ള അടുത്ത രാജ്യത്താണെങ്കിൽ പോലും അത് അവർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഊർജം മാത്രം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് നിങ്ങളെ സപ്പോർട്ട് എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പലർക്കും തോന്നാം, കുട്ടികളല്ലേ എക്സാം എഴുതുന്നത്, ഞാൻ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അവരെ മോശമായ രീതിയിൽ ഞാൻ എങ്ങനെയാണ് അവരെ ബാധിക്കാൻ പോകുന്നത്, ഒരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് വിചാരിച്ച് ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ചേർത്തു, ഏറ്റവും നല്ല ഹോസ്റ്റലിലായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. ഇനി അതല്ല വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒക്കെ കൂടെ വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു മെന്റൽ സപ്പോർട്ട്, നിങ്ങളുടെ മാനസികമായ ഒരു സപ്പോർട്ട്. ഓക്കെ ആണോ? അപ്പൊ ആദ്യം ആ ഉള്ളിലുള്ള ടെൻഷനെ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. മെയ് 3 എക്സാം ആണെങ്കിൽ മെയ് 4 ഒരു കാര്യം ഉണ്ടല്ലേ നാട്ടില്? ശ്രീരാജ് സർ എന്തോ പറയുന്നുണ്ട്, പക്ഷെ മ്യൂട്ടായ കാരണം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ മെയ് 4 ഇലക്ഷൻ ഒക്കെ ഉണ്ടല്ലേ, അതിലേക്കും കൂടെ കുറച്ച് ഫോക്കസ് കൊടുത്തോ. മക്കൾ അവരെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പോയിക്കോളും. അവരിങ്ങളെ നല്ല സ്ഥലത്താണല്ലോ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. നമ്മളുടെ ഇമോഷൻസ് മക്കളെ ബാധിക്കും. അപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് കൊടുക്കാതിരിക്കുക. നമ്മൾ നെഗറ്റീവായിട്ട് അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. എന്തായാലും വരാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനുള്ള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവരുടെ രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കോളും എന്നുള്ള ഒരു സമർപ്പണം, ഒരു സറണ്ടറൻസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഇതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇവിടെ കിടന്ന് നമ്മളിപ്പോ ചിലപ്പോ നമ്മളുടെ നെയ്ബർ വരും, അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വരും, മക്കളെ കുറിച്ച് ചോദിക്കുക. അപ്പൊ പറയാ ഫുൾ ടെൻഷനാണ്, എന്താവും അറിയില്ല, എക്സാം ആണ്, ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ്, ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ്, ആ വീട്ടിലെ കുട്ടിക്ക് സംഭവിച്ചിട്ട് എക്സാം എഴുതിയിട്ട് അങ്ങനെയായിരുന്നു, എക്സാം ഇങ്ങനെ ടഫ് ആയിരുന്നു. അങ്ങനെ എക്സാം എന്ന് കേൾക്കുമ്പോഴേക്കും എന്തോ ഒരു സാധനം നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളുടെ ഉള്ളിലും വരും. അവർ നല്ലപോലെ പഠിക്കായിരിക്കും അപ്പുറത്തിരുന്ന്, അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കായിരിക്കും. അപ്പൊ ഇവിടെ കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇതിങ്ങനെ ഉരുണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ ആദി. നമ്മളെ മക്കളാണല്ലേ, അപ്പൊ എന്തായാലും അപ്പുറത്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എന്റെ കുട്ടി അടിപൊളിയാണ്, എന്റെ കയ്യിലുള്ള വിത്ത് പൊള്ളിയാണ്, സൂപ്പർ. അപ്പുറത്തെ വിത്തിന് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ കയ്യിലുള്ളത് വളരെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നടക്കാനുള്ള ഒരു മാജിക് ഉണ്ട് അല്ലെ? ഒരു വിത്ത് മുളച്ചു വരുന്നത് മാജിക് തന്നെയാണ് അല്ലേ? നമ്മൾ രാത്രി ആരും പോയിട്ട് കീറി കൊടുക്കുന്നൊന്നുമില്ലല്ലോ. മണ്ണിന്റെ അടിയിൽ പോയിട്ട് കർഷകൻ പോയി ഒരു കത്തിയെടുത്ത് കീറി കൊടുക്കുന്നൊന്നുമില്ല. അവിടെ എന്തോ ഒരു മാജിക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ മാജിക് സംഭവിക്കട്ടെ, അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇമോഷണലി. അപ്പൊ ഇപ്പൊ തന്നെ ഒന്ന് മൈൻഡ് സെറ്റ് ആക്കിയ നിങ്ങളെ മക്കൾ അടിപൊളിയല്ലേ? അവർ അടിപൊളിയായിട്ട് എക്സാം എഴുതും അല്ലേ? അവർ ഇമോഷണലി എന്ത് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്റെ കുട്ടി പഠിക്കുന്നതൊക്കെ എക്സാമിന് വരും, എന്റെ കുട്ടിക്ക് വിചാരിച്ചതൊക്കെ നടക്കും, എന്റെ കുട്ടി എല്ലാ ക്വസ്റ്റ്യനും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എക്സാം മുന്നോട്ട് പോകും എന്ന രീതിയിൽ മൈൻഡിൽ കൊടുത്തോണ്ടിരിക്കുക. മക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മക്കൾ അടുത്ത് വേണം, അവരോട് ഉച്ചത്തിൽ സംസാരിക്കണം എന്നൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നതാവാം, നിങ്ങളെ കുടുംബത്തിൽ ആരോടെങ്കിലും സംസാരിക്കുന്നത്, അതൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുക. മോന് കുഴപ്പമൊന്നുമില്ല, പഠിക്കുന്നുണ്ട്, ഉഷാറാണ്, ഇനിയിപ്പോ എക്സാം ഒക്കെ അല്ലേ, അതൊക്കെ ഉഷാറായി പോയിക്കോളും എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഓൾറെഡി പറയുന്നവരാണെങ്കിൽ അടിപൊളി, ഇനി അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു നോക്കൂ. ഇനിയിപ്പോ ഒരു 10-16 ദിവസം കൂടെ ഉണ്ട് അല്ലെ, വെറുതെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് സമ്മതിക്കൂല, ആ ബേജാറ് വരും, കുഴപ്പമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു 3-4 ദിവസം പറയുമ്പോ ശരിയാവും. ഇവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നിങ്ങൾ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ മക്കളിൽ എത്തുമ്പോൾ മക്കൾ പിന്നെ എത്ര നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്കും ആ ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് വരും. ഈ എക്സാം, നീറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് നല്ല റാങ്ക് വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് എന്താവുന്നത്, നമ്മൾ റാങ്ക് ടോപ്പായിട്ട് വരുന്നത്. അപ്പോ അതില് കുട്ടി നന്നായിട്ട് പഠിക്കണം, കുട്ടിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം അല്ലെ? അതും ഒരു പോയിന്റ്. കുട്ടി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, എക്സാമിന് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ കുട്ടി എന്തായിരിക്കണം, നല്ല ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം.
ബുക്ക് തുറക്കുമ്പോഴേക്കും അല്ലെങ്കിൽ എക്സാമിന്റെ പേപ്പർ കാണുമ്പോഴേക്കും അച്ഛൻ എന്താ പറയാ, അമ്മ എന്താ പറയാ, അവരെന്താ പറയാ, ഇവരെന്താ പറയാ, എന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു എനർജി ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റ് ഉള്ള കുട്ടിയാണ്, നമ്മളുടെ വഴിക്ക് ഇതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ പറ്റുന്ന ഒരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാംനെസ് അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാരന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ എപ്പോഴും ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. കാരണം നമുക്ക് ചില സമയത്ത് എപ്പോഴും ഫസ്റ്റ് ആവുക, ഞാൻ ക്ലാസ് ടോപ്പറും കോളേജ് ടോപ്പറും ഒക്കെ ഉണ്ട്, ഞാൻ ഫസ്റ്റ് പറയാം. പക്ഷെ എന്നാലും ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലൊക്കെ ഒരു താഴ്ചയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പോ നമ്മൾ 50-50 പ്രതീക്ഷിക്കുമ്പോൾ 50-48 കിട്ടിയാലും ഈ ടോപ്പേഴ്സ് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അവര് പറയും, ഇത്രയും കിട്ടിയില്ല മോളെ, അത് അടിപൊളിയാണ് എന്ന് പറയും. അപ്പൊ ഇന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ എക്സാമിന് പഠിച്ചിട്ട് എനിക്ക് പേപ്പറിൽ എഴുതാൻ പറ്റാത്ത ഒരേ ഒരു എക്സാം ഉണ്ടായിട്ടുള്ളൂ എന്റെ ലൈഫിൽ. അത് എനിക്ക് +1 ഫിസിക്സിന്റെ എക്സാം ആയിരുന്നു. അതിനുശേഷം അതിലും ടഫ് ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് പഠിച്ച് പാസ്സായി, അതിലും ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഫിസിക്സ് എക്സാമിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഇന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിൽ. ഈ പറഞ്ഞ പോലെ കുറച്ച് മാർക്കേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അന്ന് എന്തുകൊണ്ട് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അന്ന് എന്റെ പാരന്റ്സ് എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നല്ല, കാരണം എന്നെക്കാളും പഠിക്കാത്ത കുട്ടികൾക്ക് അന്ന് എന്നെക്കാളും മാർക്ക് കിട്ടിയിരുന്നു ആ ഫിസിക്സിന്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ പാരന്റ്സിന് പറയും, നീ നന്നായി പഠിക്കാത്തതുകൊണ്ടാണ്, നീ അത് ആക്കിയിട്ടാണ് ഇതാക്കിയിട്ടാണ് എന്നൊക്കെ പറയാം. പക്ഷെ എന്റെ പാരന്റ്സ് പറഞ്ഞു, സാരല്ല പൊട്ട മോളെ, നിനക്ക് ഇത്രയും മാർക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. അതിനുശേഷം മേ ബി അവരുടെ പ്രാർത്ഥനയായിരിക്കാം, അതിനുശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തോണ്ടേയിരിക്കണം. അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഞാൻ വേറൊരു സിനാരിയോ പറയാം. ഇപ്പൊ മക്കൾ എക്സാം നീറ്റ് ഒക്കെ എഴുതി അവർക്ക് ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങളെ കുട്ടി MBBS ഒക്കെ ആയി ഡോക്ടർ ഒക്കെ ആയി വന്നു. വാട്ട് ഇഫ് ദേ ആർ നോട്ട് ഹാപ്പി? അവർ ഹാപ്പി അല്ലെങ്കിലോ, അവർ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിലോ, ഭയങ്കര ടെൻഷൻ ആണ്, ഒരു സന്തോഷം ഇല്ലെങ്കിലോ, നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടും എന്തിനാണ് ഡോക്ടർ ആവുന്നത്, എന്തിനാ ജീവിക്കുന്നത്, എന്തിനാ ജോലി ചെയ്യുന്നത്, എന്തിനാ കാശ് ഉണ്ടാക്കുന്നത്, എന്തിനാണ്? അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താ? സന്തോഷാണ് അല്ലെ? ആണോ? നമുക്ക് കാറ് വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ കാറ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ നമ്മളെ കാറ് വാങ്ങിച്ചതിന്റെ ഒരു സുഖമില്ലല്ലോ. മക്കൾ വലിയ ഡോക്ടേഴ്സ് ആവണം നമുക്ക് ആഗ്രഹമുണ്ട്, വലിയ നിലയിൽ എത്ര നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അവരെ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചിട്ട് ഇനിയിപ്പോ എങ്ങനെ അവർ ആയി എന്ന് വിചാരിക്കുക. പക്ഷെ അവര് ഹാപ്പി അല്ല, നിങ്ങളും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണ്? അവരെ സന്തോഷത്തിലേക്കും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എല്ലാവരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും എക്സാം ക്ലിയർ ആയിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ആവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. ഇതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് അല്ലെ? ഇപ്പൊ ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നില്ല, നമ്മള് ആക്ട്രസ് സായി പല്ലവിനൊക്കെ അറിയോ? പ്രേമത്തിലൊക്കെ നായിക, ഡാൻസ് ഒക്കെ കളിക്കുന്ന, അവരൊരു ഡോക്ടറാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ എക്സാമ്പിൾ, നമ്മൾ ആക്ടർ നിവിൻ പോളി ഒരു എഞ്ചിനീയർ ആയിരുന്നു അല്ലെ? അങ്ങനെ കുറെ എക്സാമ്പിൾ. ദീപിക പതുക്കോൺ, നമ്മൾ ആക്ട്രസ് ദീപിക പതുക്കോൺ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അവര് ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. അവരുടെ അച്ഛൻ പ്രകാശ് പതുക്കോണ് ഭയങ്കര വലിയൊരു എന്തായിരുന്നു, ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു. അപ്പൊ അവർക്ക് മകളെ ബാഡ്മിന്റൺ പ്ലെയർ ആക്കണം എന്നായിരുന്നു ആഗ്രഹം. നന്നായിട്ട് ബാഡ്മിന്റൺ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവർക്ക് എന്തൊരു ആഗ്രഹം വന്നത്? സിനിമാ ലോകത്തിലേക്ക് വരണം, ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്നൊരു ആഗ്രഹം വന്നത്. അപ്പൊ ഇപ്പൊ അവര് ഹോളിവുഡിലെ അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാണ്. അപ്പൊ ഇതെന്താണ് ഇപ്പൊ പറയുന്നതെന്ന് നിങ്ങൾക്ക് കണക്ട് ആവാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോ നിങ്ങളെ മക്കള് ഡോക്ടേഴ്സ് ആവുന്നുണ്ടായിരിക്കാം, അവർക്ക് വേറെയും കുറച്ച് ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോ അവർ ഡോക്ടറായി ശോഭിക്കുന്നതിനേക്കാളും കൂടുതൽ അവർ മറ്റു മേഖലയിൽ ശോഭിക്കുമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇവർ ഇതില് ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഇതിൽ അവരുടെ ഭാവി എങ്ങനെയാണോ അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ഭാവി ചിലപ്പോൾ അവർക്ക് വേറൊരു രീതിയിലായിരിക്കും കിട്ടാൻ പോകുന്നത്.
വാട്ട് ഇഫ് മേ ബി എക്സാമിന് വേണ്ട പോലെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും, അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഉണ്ടാവണം. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകാം, എൻ്റെ വീട് അവിടെ സേഫ് ആയിട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് മേ ബി വിചാരിച്ച പോലെ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രാവശ്യം കൂടെ എഴുതാനുള്ള പോസിബിലിറ്റി എനിക്കുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് ഇതിനല്ല എങ്കിൽ എനിക്ക് വേറെ എന്താണോ ഇനിയിപ്പോ പറ്റുന്നത്, അതിലേക്ക് പോവാനുള്ള ഒരു പോസിബിലിറ്റി അവരുണ്ട്. വാട്ട് എവർ ഹാപ്പൻസ്, ഞാൻ ഡോക്ടറായോ ഞാൻ ഡോക്ടർ ആയിട്ടില്ലേ, ഞാൻ അതായോ ഇതായോ എന്നതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ വീടും എൻ്റെ പാരൻസും എനിക്കൊരു കംഫർട്ടാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോവാനുള്ള ഒരു ഇടം അവിടെ ഉണ്ട് എന്ന വിശ്വാസം നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് കൊടുത്തോണ്ടേയിരിക്കണം. അത് അവർക്ക് ഓരോ നിമിഷം തോന്നിക്കൊണ്ടേയിരിക്കണം. അതെങ്ങനെ കൊടുക്കുക? നമ്മളിങ്ങനെ ഓരോ ദിവസം 3 നേരം പറയണോ വേണ്ടത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, അത് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. സ്നേഹം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? സ്നേഹം ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു വിശ്വാസം അവർക്ക് നിങ്ങൾക്ക് ഓരോ സമയത്തും അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇല്ലെങ്കിൽ അതും അവർക്ക് സ്ട്രെസ് ആയിട്ട് മാറും, അതും ഒരു സ്ട്രെസ് ബിൽഡപ്പിന് ഒരു കാരണമായിട്ട് മാറും. എൻ്റെ വീടും വീട്ടുകാരും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് എന്നും തണലായിട്ടുണ്ട്. ഇനി വിചാരിച്ച് ഞാൻ പറഞ്ഞ പോലെ അവരെ പഠിക്കാൻ പറയണ്ടെന്നോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയത്തൊന്നും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് എന്തുണ്ട്? എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? നമ്മളുടെ മക്കളുടെ സന്തോഷം, നമ്മളുടെ മക്കളുടെ സക്സസ്സും ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അവരെല്ലാരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ പാസ്സായി റാങ്ക് ഒക്കെ വാങ്ങി ഡോക്ടറൊക്കെ ആയി അടിപൊളിയായിട്ട് പോവട്ടെ. പക്ഷേ ഒരു മറു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അതൊരിക്കലും എന്തല്ല, ഈ ലോകത്തിന്റെ അവസാനമല്ല എന്നുള്ള തോട്ട്, എന്നുള്ള ചിന്ത നിങ്ങളുടെ മക്കളിലേക്ക് വരണം. അത് നിങ്ങളിലൂടെയാണ് വരുന്നത്. നിങ്ങൾക്ക് വലിയ വലിയ ആളുകളായിട്ടുള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോയിട്ട് അതിൽ പരാജയപ്പെട്ടിട്ടായിരിക്കും മറ്റൊരു മേഖലയിൽ വന്ന് വലിയ ആളുകളായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രമിച്ച് പരാജയപ്പെട്ടു എന്നതിനർത്ഥം നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതല്ല. അങ്ങനെ ചിന്ത കൊടുക്കരുത് മക്കൾക്ക്. അവിടെ ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. എന്ന് വെച്ചാൽ നാളെ മുതൽ നിങ്ങൾ മക്കളെ വേറെ കാര്യത്തിലേക്ക് വഴി തിരിച്ചുവിടണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ അവർക്ക് നിങ്ങൾ നിരാശയാവരുത് കൊടുക്കുന്നത്. പ്രതീക്ഷ തന്നെ ആയിരിക്കണം. ആ വാതിൽ അടഞ്ഞെങ്കിൽ വേറെ ഒരുപാട് വാതിലുകൾ ഉണ്ട് എന്നുള്ള പ്രതീക്ഷ കൊടുക്കണം. അതല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് അത് മക്കൾക്ക് എക്സ്ട്രാ പ്രഷർ ആയിട്ട് വരുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ കാണുന്നതൊക്കെ അതുകൊണ്ടായിരിക്കാം. അവർക്ക് ചിലപ്പോൾ ആ ഒരു വിശ്വാസം, ഇത് കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്ന കാര്യമില്ല, അല്ലെങ്കിൽ എന്റെ ഇത് കഴിഞ്ഞു എന്നുള്ളൊരു തോട്ട് അവർക്ക് വരെയായിരിക്കാം. ജോസഫ് അന്നക്കുട്ടി എപ്പോഴും ജോസഫ് അന്നൻകുട്ടി ജോസിനെ അറിയോ? ഒരു റേഡിയോ ജോക്കിയാണ്, ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇത് പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ജോസഫ് അന്നൻകുട്ടി ജോസ് എന്നാണ് പേര്. ഓക്കെ. അപ്പൊ ആ ഒരു ചെറുപ്പക്കാരനാണ്. അവർ പറയാറുണ്ട്, അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയാറുണ്ട്. ഇതുപോലെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് മക്കളിൽ 3-മത്തെ മോനാണ്. അപ്പൊ ബാക്കി 2 ഏട്ടന്മാരും നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയം അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആണ്. അപ്പൊ ടീച്ചറിന്റെ മകനായത് കാരണം എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോട് കൂടി നോക്കുന്ന ഒരാളായിരുന്നു. കോളേജിൽ കൊണ്ടുപോയി ചേർത്ത സമയത്ത് ആ കുട്ടി എന്ത് സംഭവിച്ചു? ഈ ജോസഫ് അന്നൻകുട്ടി ജോസ് ഒരു പരീക്ഷയിൽ തോറ്റുപോയി. പരീക്ഷയിൽ തോറ്റുപോയി, റിസൾട്ട് വന്നു. ഇനി ഇതെങ്ങനെ വീട്ടിൽ പറയും എന്നുള്ള കൺഫ്യൂഷനിൽ വീട്ടിലേക്ക് വരികയാണ്. അച്ഛാ ഞാൻ തോറ്റു എന്ന് പറഞ്ഞ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു? വാ മോനെ നമുക്ക് പുറത്തു പോവാന്ന് പറഞ്ഞു പോയിട്ട് ഒരു മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു. അച്ഛൻ വേറെ ഒന്നും പറഞ്ഞില്ല. മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു, അച്ഛനും മോനും കൂടെ കഴിച്ചു. അപ്പൊ അതാണ് ആ മകന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംരക്ഷണവും ഏറ്റവും വലിയ ശിക്ഷയും എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതിനുശേഷം ആ ജോസഫ് അന്നൻകുട്ടി ജോസ് ഒരു എക്സാമിലും തോറ്റിട്ടില്ല. അപ്പോ ഇന്നും ആ അച്ഛന്റെ അമ്മയും കുറിച്ചിട്ടാണ് ഓരോ സംഭാഷണങ്ങളിലും ഓരോ വീഡിയോയിലും ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ അച്ഛനെ അറിയാം?
അച്ഛൻ എന്നും ഒരു എന്തായിരുന്നു കംഫർട്ട് സ്പേസ്, അച്ഛൻ എന്നും ഒരു വീടായിരുന്നു. ആ വീട്ടിലേക്ക് എപ്പോഴും എന്ത് സംഭവിച്ചാലും ഓടിക്കയറാനുള്ള ഒരു സ്പേസ് അവിടെ അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കൊടുക്കാതാവുമ്പോഴാണ് മക്കള് വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ നമ്മളെ മക്കൾക്ക് നമ്മളൊരു കംഫർട്ട് സ്പേസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ ആണോ? നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഒരു കോച്ചിങ് ആണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, എന്തായാലും എനിക്ക് ഫീഡ്ബാക്ക് കേൾക്കണം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മക്കൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ സാദിക്ക് ഇപ്പൊ നേരത്തെ സംസാരിച്ച് സാദിക്ക് കൊടുക്കുന്ന പോലെ ഗൈഡിങ് മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു എക്സ്ട്രാ ഒരു വെൽനെസിന്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലെ? നിങ്ങൾക്ക് എത്ര പ്രഷർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എത്ര പ്രഷർ ഉണ്ടായിരിക്കും? അവർ അടിപൊളിയായിട്ട് ഒക്കെ പഠിച്ചു പോകുന്ന സമയത്തും അവർക്ക് പേപ്പർ കിട്ടുന്ന സമയത്ത് വരേണ്ട ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ? പഠിച്ച കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എക്സാമിന് പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര പഠിച്ചു എന്നല്ല, നമ്മളെ പേപ്പറിൽ എന്താണുള്ളത് അതാണ് നമുക്ക് മാർക്ക് കിട്ടാൻ പോകുന്ന ഒരു കാര്യം. അപ്പൊ അതിന് ഇത് പറഞ്ഞ പോലെ ഒരു കാം ആയിട്ടുള്ള ഒരു മൈൻഡ് അവർക്ക് വേണം, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് അവർക്ക് വേണം. ഇനി മേ ബി അവർക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വീണ്ടും വീണ്ടും വായിച്ച് അവരെ പഠിപ്പിച്ച രീതിയിൽ അതിലേക്ക് പോയി ആ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താനുള്ള ഒരു എന്താ പറയാ ഒരു കാര്യക്ഷമത നമ്മളെ മക്കൾക്ക് വേണം അല്ലെ? ചിലപ്പോൾ അവർക്ക് അറിയുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തുണ്ടായിരിക്കും അവർക്ക് കൺഫ്യൂഷൻ ആയി ടെൻഷൻ ആയി പോയതായിരിക്കാം. എക്സാം തീരൂലേ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയായിരിക്കും, സമയത്തിന് തീരൂലേ എന്നുള്ളൊരു ബേജാറിൽ വന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. അപ്പൊ അവിടെ അവർ മനസ്സിനെ നിയന്ത്രിച്ച് ആ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതിനെന്ത് വേണം? പഠിത്തം കൊണ്ട് മാത്രം നമുക്കത് നേടിയെടുക്കാൻ പറ്റൂല. സാധാരണ നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവിടെ നമ്മളെ മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മളെ ഉത്തര പേപ്പറിൽ വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എക്സ്ട്രാ സപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലെ? അത് ഇന്ന് ഇവരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവർ പഠിച്ചതും ചിലപ്പോൾ പഠിക്കാത്ത കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് കമ്പോസ്ഡ് ആൻഡ് കാം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസും ചിലപ്പോൾ ഏതെങ്കിലും ഒരു കറക്റ്റ് ഉത്തരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുമായിരിക്കാം. അറ്റ്ലീസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും അവർക്ക് വന്നിട്ടുണ്ടാവും. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്ന് വരുമ്പോഴാണ് നമുക്ക് റാങ്ക് സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എക്സാമിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഒരു ക്വസ്റ്റ്യൻ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു മെഡിക്കൽ ഫീൽഡിലെ ഒരു ബുക്ക് ഉണ്ട്, ഫാർമക്കോളജി എന്ന് പറഞ്ഞിട്ട്, നമ്മളുടെ മരുന്നിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ബുക്കാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ആ ഒരു സബ്ജക്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറേ പാഠങ്ങളുണ്ട്. അതിലൊരു പാഠം മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പാഠം പഠിക്കാത്തുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പഠിക്കാത്ത ഒരു പാഠം ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ആ പാഠത്തു നിന്നാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യനാ. അപ്പൊ ഞാനാണെങ്കിൽ മറ്റേ ടോപ്പർ ആ സംഭവമാണ്. അപ്പൊ ടെൻഷനായി. നമുക്ക് 10 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കാനുള്ള ഒരു സമയമുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കണ്ടപ്പോ നമുക്ക് ബേജാറായി. അപ്പൊ ബേജാറായി. ആ ബേജാറിന്റെ പിന്നാലെ ഞാൻ പോയാൽ എന്താ സംഭവിക്കുക? ബാക്കി ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ എനിക്കറിയാം, എനിക്കത് എഴുതാൻ പറ്റൂല. അപ്പൊ കുറച്ച് സമയത്തേക്ക് ഞാൻ ഒന്ന് ടെൻഷനായി, കൈ വറക്കാൻ തുടങ്ങി. എങ്ങനെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഭയങ്കര ഒരു കുറച്ച് സമയത്തേക്ക് ഞാൻ ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയി. പക്ഷേ എനിക്ക് അന്നും കുറച്ചൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് ഈ പറഞ്ഞ പോലെ എന്റെ വീട് ഒരു ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് സ്പേസ് ആയ കാരണം എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ മുഖം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ കാം ആവാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റി. ഞാൻ തിരിച്ചു വന്നു, റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒറ്റ ക്വസ്റ്റ്യനെ അറിയാത്തതുള്ളൂ. ആ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യന് നമ്മളുടെ എക്സാമിന്റെ ഒക്കെ കണക്ക് പ്രകാരം 20 മിനിറ്റ് സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുക. അപ്പൊ എനിക്ക് അതിൽ ഒരൊറ്റ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 1 മാർക്കിന്റെ ഉത്തരം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ വേഗം ആ 1 മാർക്കിന്റെ ഉത്തരം എഴുതി വെച്ചു.
അപ്പൊ എന്റെ അടുത്ത് വീണ്ടും എന്തുണ്ട്, 20 മിനിറ്റിൽ വീണ്ടും 15 മിനിറ്റ് ബാക്കിയുണ്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 15 മിനിറ്റ് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ നന്നാക്കി എഴുതാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. അങ്ങനെ ആ വർഷം കോളേജ് ടോപ്പർ ഞാനായിരുന്നു. എന്നിട്ട് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞപ്പോ എനിക്ക് ആ ക്വസ്റ്റ്യൻ അറിയില്ല, ഞാനത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരുന്നു. ഷംന എഴുതി, പിന്നെ എങ്ങനെ ഷംന ടോപ്പായി? ഷംന അത്രയും 10 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ, ഈ ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, 10 മാർക്ക്. അപ്പൊ അതെങ്ങനെ ഷംന അത് കവറപ്പ് ചെയ്തു എന്നുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള എക്സ്റ്റേണൽ സപ്പോർട്ട്, നമ്മൾ ബുക്കിൽ പഠിക്കുന്നത് മാത്രമല്ലാതെ ഈ വെൽനസ് പോലെയുള്ള മൈൻഡ് സപ്പോർട്ട്, മൈൻഡ് പവർ പോലെയുള്ള കാര്യങ്ങൾ നമ്മളെ മക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ചിലപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വന്നു പോവാം. അവരുടെ സിലബസ് ഒക്കെ വളരെ വലുതാണ് അല്ലെ, നമ്മൾ പ്രിഡിക്ട് ചെയ്തത് വരാം. ചിലപ്പോ 1-2 ക്വസ്റ്റ്യൻ ഇതുപോലെ വേണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വന്നേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത് വന്നേക്കാം, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ടെൻഷൻ ആയേക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, അവരെ മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മളുടെ ഉത്തര പേപ്പറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മെന്റൽ സപ്പോർട്ടുകൾ നമ്മൾ, അല്ലെങ്കിൽ മൈൻഡ് പവർ സപ്പോർട്ടുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ചില പാരന്റ്സിന് തോന്നും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചില കുട്ടികൾ, ഇപ്പൊ എന്റെ കൂടെ ഞാൻ എന്റെ എക്സാമ്പിൾ പറയുന്നത് എനിക്കത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് കൊണ്ടാണ്. ഇപ്പൊ എന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ ഒരു സുഹൃത്ത്. അവര് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും, എപ്പോഴും ഇരുന്ന് പഠിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ച് സമയം ഇരുന്ന് കുറച്ച് സമയം മീൻസ് ആ കുട്ടി പഠിക്കുന്ന അത്രയും സമയം ഞാൻ ഇരുന്ന് പഠിക്കാറില്ല. പക്ഷെ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്കായിരിക്കും മാർക്ക് കൂടുതൽ, ഈ കുട്ടിക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചുള്ളത്? അപ്പൊ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുക, അതോ കുറച്ച് സമയം ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്കാണോ കൂടുതൽ മാർക്ക് കിട്ടുക? അല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഇപ്പൊ ഞാൻ നേരത്തെ കർഷകന്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില ചെടികൾക്ക് കുറേ വെള്ളം വേണം അല്ലെ, ചില ചെടികൾക്ക് കുറച്ച് വെള്ളം മതി. അതുപോലെ തന്നെയാണ് നമ്മളുടെ മക്കളുടെ കേസും. ചില മക്കൾക്ക് എന്ത് ചെയ്യണം, ഒരുപാട് സമയം ഇരുന്ന് പഠിക്കണം. അവരുടെ ആ ഒരു പഠിച്ചെടുക്കാനുള്ള ആ ഒരു സ്കില്ല് നമുക്ക് ജന്മനാ കിട്ടുന്ന കുറച്ച് കേപ്പബിലിറ്റീസ് ഉണ്ട്, കുറച്ച് കഴിവുകളുണ്ട്. അത് അങ്ങനെയാണ് സെറ്റ് ആയിട്ടുള്ളത്. ചില കുട്ടികൾക്ക് കുറച്ച് സമയം ഇരുന്ന് പഠിച്ചാലും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മളെ മക്കളെ കാണുന്ന സമയത്ത് സംസാരിക്കുന്നത് എന്താണ്, പോയി പഠിക്ക്, പോയി പഠിക്ക്, പോയി പഠിക്ക് എന്നുള്ള ഒരു സംഭാഷണം മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കൂല, അവർക്ക് പഠിക്കാനുള്ള ഇഷ്ടമായിരിക്കില്ല ഉണ്ടാവുക. ഉമ്മാനെ ഇപ്പാനെയും കാണുമ്പോ, അല്ലെങ്കിൽ അച്ഛനെ അമ്മനെ കാണുമ്പോ, ഓ ഇതിപ്പോ പിന്നെ പഠിക്കുക എന്നുള്ളൊരു സംഭവം തന്നെ, ഇത് മാത്രമേ പറയാനുള്ളൂ എന്നൊരു ചിന്തയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ കുട്ടികളുടെ പഠിച്ചെടുക്കാനുള്ള രീതികള്, പഠിച്ചെടുക്കാനുള്ള സമയം, പഠിച്ചെടുക്കാനുള്ള കഴിവിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ 2-3 മക്കളുണ്ടെങ്കിൽ ചിലപ്പോ 2-3 മക്കൾക്ക് വേറെ വേറെ രീതികളായിരിക്കും, വേറെ വേറെ സ്റ്റൈലുകളായിരിക്കും. ചിലർക്ക് കുറെ സമയം വേണ്ടി വരും, ചിലർക്ക് കുറച്ച് സമയം വേണ്ടി വരും. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള താരതമ്യപ്പെടുത്തല്, കമ്പാരിസൺസ് മക്കൾക്ക് കൊടുക്കാതിരിക്കുക. അത് ഏറ്റവും മക്കളെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ എന്ത് ചെയ്യാം, മക്കളെ ഒരു ബോക്സിന്റെ ഉള്ളിൽ ആക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ ഈ ചെടിയുടെ കേസ് പറയുന്ന സമയത്ത്, നമുക്ക് ഈ ഗാർഡനിലൊക്കെ, പൂന്തോട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആനയുടെ ഷേപ്പുള്ള ചെടികള്, പൂച്ചയുടെ ഷേപ്പുള്ള ചെടികളൊക്കെ കാണാം അല്ലെ. അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നതെന്ന് അറിയോ? അങ്ങനെ ആവുന്നതെന്നറിയോ? ഈ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ അതുപോലെയുള്ള ഒരു ഷേപ്പ്, ഈ ആനയുടെ ഷേപ്പ്, ഒരു കമ്പി ഈ ആനയുടെ ഷേപ്പിൽ ആ ചെടിയുടെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ ആ ചെടി എത്ര വിചാരിച്ചു കഴിഞ്ഞാലും ആ ഷേപ്പിലേ വരുള്ളൂ, ബാക്കി വരുന്നത് ഇങ്ങനെ വെട്ടിക്കളയും. ഗാർഡനിൽ പൂന്തോട്ടം നോക്കാൻ ഒരാളുണ്ടാവുമല്ലോ അല്ലെ. അപ്പോ ആ ചെടി എങ്ങനെ പോയാലും ആന ആവുള്ളൂ, ആനയുടെ ഷേപ്പേ വരുള്ളൂ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാതിരിക്കുക, മക്കളെ നമ്മൾ ബോക്സിൽ ഇടാതിരിക്കുക.
ചിലപ്പോ നമ്മൾ ആ ബോക്സ് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? അവര് ചിലപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂമ്പാറ്റി ആയിട്ട് മാറിയേക്കാം. ചിലപ്പോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഒരു മുയലായിട്ട് മാറിയേക്കാം. അപ്പൊ നമ്മൾ ആന തന്നെ ആവണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതിരിക്കുക. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവുക, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കാം. ചിലർക്ക് പാട്ട് പാടാൻ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കാം, ചിലർക്ക് നല്ല സിനിമ കാണുന്നത് ഇഷ്ടമായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അല്ലെ? അതുകൂടെ ചേർന്നാലായിരിക്കും ചിലപ്പോൾ അവര് കംപ്ലീറ്റ് ആവുക. അവർക്ക് നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം വരിക. ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവര് ജോലിയൊക്കെ നേടിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഒരു സന്തോഷമില്ല. എന്തോ ഒരു ഇതൊന്നും അല്ല ഞാൻ ചെയ്യണ്ടേ എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ടാണ് പലരും ആദ്യം ഡോക്ടർ ആയിരുന്നു, ഇപ്പൊ വേറെന്തോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആദ്യം എഞ്ചിനീയർ ആയിരുന്നു, ഇപ്പൊ വേറെന്തോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടു കൂടി ആയിട്ടുള്ള ഒരാളാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ്. പക്ഷെ എന്റെ പാഷൻ ഇതുപോലെ സംസാരിക്കുന്നതായിരുന്നു. അത് ഞാൻ കണ്ടെത്താൻ കുറച്ച് വൈകിപ്പോയി, പക്ഷെ എന്നാലും എനിക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള, അത് വീണ്ടും കണ്ടെത്താനുള്ള സാഹചര്യങ്ങൾ വന്നു. ആ സമയത്ത് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തി. ഇന്നിപ്പോ എന്റെ ജോലി ചെയ്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷത്തിലേറെ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതുപോലെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ മക്കൾക്ക് അതുപോലെ എന്തെങ്കിലും ഒരു പഠിത്തമല്ലാതെ അവരെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരെ അതുകൂടെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ്. അവരതിലേക്ക് സമയം എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ എന്താണ് ഇതിപ്പോ പാട്ട് കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ നീ എന്താ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണോ, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ, വലിയ കുട്ടിയെ ഇനിയിപ്പോ പഠിക്കണം എന്ന് പറഞ്ഞ് അതിനെ തളർത്തി കളയരുത്. ചിലപ്പോ ആ ഒരു കാര്യം കൂടെ ചേർന്നാലായിരിക്കും അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറയാണ്, ഷംന ഇപ്പൊ ഞാൻ 8 മണിക്കാണ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ വീട്ടിലെത്തിയത്. 9 മണിക്ക് ഞാൻ ഇങ്ങനെ സെറ്റപ്പിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ഉള്ള ടൈം ഞാൻ നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ എന്തായാലും എനിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുക പറഞ്ഞാൽ സുഖമുള്ള കാര്യമല്ലേ? നമ്മൾ പണിയെടുക്കാതെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച മേഖലയിലുള്ള ജോലി മാത്രം ചെയ്ത് അതിന്റെ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന സമയത്ത്, പക്ഷെ ഇത് എനിക്ക് എക്സ്ട്രാ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അത് എന്റെ പാഷൻ മാത്രമല്ല, എനിക്ക് അതുകൊണ്ട് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ട്, സന്തോഷം തരുന്നുണ്ട്. അത് കാരണം എനിക്ക് ലൈഫിൽ ഒരു പൂർണ്ണത ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ചിലപ്പോൾ ഇനിയായിരിക്കും അവർ ചിലപ്പോൾ കണ്ടെത്താൻ പോകുന്നത് അവർക്ക് ഇങ്ങനെ ഒരു മേഖലയിൽ ഇഷ്ടമുണ്ട്. ഇപ്പൊ എന്റെ കൂടെയൊക്കെ പഠിച്ചിട്ടുള്ള പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച് കോളേജിലൊക്കെ പഠിച്ച കുട്ടികൾ പറയും, ഷംന നീ ഇങ്ങനെയൊക്കെ ആയോ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ എന്ന് പറയും, എന്റെ അടുത്ത് പറയും. കാരണം അന്ന് അവർ എന്നെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല പലരും. അപ്പൊ നമ്മുടെ മക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ അതിലേക്കും കൂടെ ഉള്ള ഒരു ടൈം അവർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കണം. അതൊരിക്കലും അവർ കുട്ടിക്കളിയാണ്, അവരതാണ് ഇതാണെന്ന് പറയരുത്. കുട്ടിക്കളി നമ്മൾ കുറച്ച് കളിക്കണം. നമ്മൾ എല്ലാവരും ഉള്ള ഒരു കുട്ടിയുണ്ട് അല്ലെ? നമുക്കിപ്പോ നല്ല സന്തോഷമുള്ള ഒരു സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷാവൂലേ? നിങ്ങൾ ഒന്ന് തുള്ളിച്ചാടൂലേ? ഇപ്പൊ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഒന്ന് ഇങ്ങനെ ഇതാക്കാം, പക്ഷെ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ ഇല്ലേ? അപ്പൊ ആ ഒരു കുട്ടിക്കളി നമ്മളെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ ഭയങ്കര ലൈഫ് ഭയങ്കര സീരിയസ് ആയി പോകുന്നതും നമുക്കൊരു സന്തോഷം ഇല്ലാതായി പോകുന്നതും ഒക്കെ. നമ്മൾ പെട്ടെന്ന് വലുതാക്കി കളയരുത് നമ്മളെ മക്കളെ. അവര് കുറച്ച് കുട്ടികളൊക്കെ കളിക്കട്ടെ. ഞാനിപ്പോ എനിക്കൊരു 9 വയസ്സുള്ള മോനുണ്ട്. അപ്പൊ ചിലപ്പോ അവനേക്കാളും പ്രായം കുറവായിരിക്കും എനിക്ക്. അപ്പൊ ഞാൻ പറയും ഞാൻ എന്റെ ഉമ്മാന്റെ ചെറിയ കുട്ടിയാണ് എന്ന് പറയും. എന്ന് വിചാരിച്ചു നമ്മള് ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോ കുട്ടികളി കളിക്കണം എന്നല്ല, പക്ഷെ കുട്ടികളി കളിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ, അതിനുള്ള ചെറിയൊരു സമയം കൂടെ നമ്മൾ മക്കൾക്ക് കൊടുക്കാം. ഇത്ര വലിയ ഡോക്ടർ ആയില്ലേ, ഇപ്പൊ ഇനി ഇതൊക്കെ ചെയ്യാൻ പോവാണോ എന്ന വർത്താനുണ്ടല്ലോ. ഇത്ര വലിയ ടീച്ചറല്ലേ, ഇയാണോ ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്, ഇയാൾ ഇപ്പൊ ഐസ്ക്രീം തന്നെ ചിലർക്ക് ചോദിച്ചാൽ ഉമ്മാർക്കൊക്കെ ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ പോകുന്ന മോനുണ്ട്, ഇയാൾ ഇപ്പൊ ഇനി ഐസ്ക്രീം വാങ്ങി തിന്നണേ എന്നൊക്കെ പറയാറുണ്ടോ ആരെങ്കിലും? അപ്പൊ നമ്മളെ മക്കളെ നമ്മൾ അങ്ങനെ ആക്കി കളയരുത്. അവരെ കുട്ടികളായിട്ട് ഇരിക്കാൻ തന്നെ നമ്മൾ അനുവദിക്കണം ചില സമയത്ത്. പിന്നെ ചില കുട്ടികൾ ചിലർക്ക് ശരിക്കും മടിയുള്ളവരുണ്ടാവും, ചിലര് കളിക്കുന്നവരുണ്ടാവും. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? പഠിക്കാൻ കുറച്ച് മടിയുള്ളവര് അല്ലെങ്കിൽ
നമ്മളൊരു ഗൈഡൻസ് ആവശ്യമുള്ള ചില സമയങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ കുട്ടികളുമായിട്ട് കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കുക. നമ്മളെ മക്കളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്, നമ്മളെ മക്കളെ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, എന്ത് ചെയ്യാ, കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഫുള്ള് ഫോൺ തന്നെയാണ്, ഫുള്ള് പുറത്ത് കറക്കത്തിലാണ്, ആ രീതിയിലല്ല. എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ മിണ്ടാതെ നമ്മളെ വായ അടച്ച് നമ്മൾ നോക്കുക, അവരെന്താണ് ചെയ്യുന്നത്, അവരെങ്ങനെ ആയിരുന്നു, ഇപ്പൊ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെ നിരീക്ഷിക്കുക എന്ന് പറയും. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛനോ അമ്മയോ ഒരു ഉമ്മയോ ഉപ്പയാണെങ്കിൽ അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റം മക്കൾക്ക് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ സംഭവിച്ചത്, എന്നും വരുമ്പോ സ്കൂളിൽ വരുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തരുന്ന ഒരു കുട്ടിയായിരുന്നു, ഇപ്പൊ എന്തോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, 1-2 ദിവസമൊക്കെ നോക്കുക, എന്നിട്ട് ഇപ്പൊ നമ്മൾ ആലോചിക്കുക എന്താ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടാവും, നമ്മൾ നിരീക്ഷിക്കുക. അല്ലെങ്കിൽ എന്നും വന്നിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, കോളേജ് വിട്ട് കഴിഞ്ഞാൽ എന്താണോ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു, ഇന്നിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ അതിലൊരു താല്പര്യം കാണിക്കുന്നില്ല, എന്തോ ഒരു തിരിഞ്ഞുകളി ഉണ്ട്, നമുക്ക് മനസ്സിലാവും അത്. അപ്പൊ അതെന്തായിരിക്കും, എന്തോ ഒരു ഹെൽപ്പാണ് അവിടെ വേണ്ടത്, പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടുപോയിട്ടാണോ? അപ്പൊ നമ്മൾ അവിടെ നല്ലൊരു രീതിയിൽ നിൽക്കുന്ന പാരന്റ്സ് ആണെങ്കിൽ നമുക്ക് പോയി ചോദിക്കാൻ പറ്റും, എന്താ മോനെ പറ്റിയത്, എന്താ മോളെ പറ്റിയത്, എന്താ ഞാൻ ചെയ്തു തരേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതല്ലെങ്കിൽ അവര് തന്നെ വന്ന് പറയും, അച്ഛ അമ്മ എങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഈ പ്രായത്തില്, മീൻസ് നിങ്ങളൊക്കെ ഈ പ്രായത്തില് എന്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാൻ കഴിയുന്നു അല്ലെ, ചെറുതും വലുതുമായിട്ടുള്ളത്. അന്നൊക്കെ നിങ്ങൾ പേടിച്ചിട്ടുണ്ടോ വീട്ടിൽ പോയിട്ട് പറയാൻ വേണ്ടിയിട്ട്? ചെറിയ ചെറിയ കുട്ടിയാകുമ്പോ ചിലപ്പോൾ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ സ്കെയില് പൊട്ടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാവില് കല്ലെറിഞ്ഞിട്ട് ആരെങ്കിലും തലയിൽ കൊണ്ടതായിരിക്കാം, സ്കൂളിൽ ചിലപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞതായിരിക്കാം, കോളേജിൽ നിന്ന് ചിലപ്പോൾ ഒരു ദിവസം ലേറ്റ് ആയിട്ട് പുറത്താക്കിയതായിരിക്കാം, എന്തോ ആയിരിക്കാം. പക്ഷെ നമുക്ക് വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ അതൊക്കെ? വീട്ടിൽ പോയിട്ട് പറയാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടോ? അപ്പൊ ആ ഒരു സ്പേസ് നമ്മൾ ഒരുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്ക് നമ്മളിങ്ങനെ തിരിച്ചുത്തരം പറയാനുള്ള ഒരു വെമ്പലിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് ചെയ്യണ്ട എന്നുള്ളത്, നീ സ്വന്തമായിട്ട് അനുഭവിച്ചോ എന്ന് പറയുന്ന പാരന്റ് ആണോ? നീ എന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ, ഒത്തിരി വലുതായില്ലേ എന്ന് പറയുന്ന പാരന്റ് ആണോ എന്ന് നമ്മളൊന്ന് പുനർചിന്തനം നടത്തുക എന്ന് പറയും. നമ്മൾ ആ ഒരു സ്പേസ് കൊടുക്കുന്നതാണെങ്കിൽ മക്കളായിട്ട് വന്ന് പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടോ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം. നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം കൊടുക്കാത്തപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, സുഹൃത്തുക്കളോട് പോയിട്ട് പറയുന്നത്, വീട്ടിൽ പറയാൻ പേടിയാണ്, അച്ഛൻ എന്താ പറയാ അറിയില്ല, അമ്മ എന്താ പറയാന്നറിയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ ചിലപ്പോൾ സുഹൃത്തുക്കൾ ഇതേ പ്രായത്തിലുള്ളവരായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും പൊട്ട ഉത്തരം പറഞ്ഞു കൊടുക്കും, അപ്പൊ വീണ്ടും ഉള്ള കുഴിയിൽ നിന്ന് വലിയ കുഴിയിലേക്ക് പോയിട്ട് ചാടും. ചിലപ്പോൾ നമ്മളടുത്ത് കിട്ടിയ പുഷ്പം പോലെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ നമ്മളെപ്പോഴും ഈ പ്രത്യേകിച്ചും ഈ ഒരു കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെ പറയും, നമ്മളെ മക്കൾ എങ്ങനെ പറയും, ന്യൂ ജനറേഷൻ ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, അവര് ശരിയല്ല, അവര് ശരിയല്ല, അവര് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, ഒന്ന് തിരിച്ചു ചിന്തിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ മകനെ കൊണ്ട് ഞാന് പ്രൗഡാവുന്ന, അഭിമാനം കൊള്ളുന്ന ഒരു സമയത്തിനെ കുറിച്ചാണ് എല്ലാ പാരന്റ്സും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഞാൻ എങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഒരു പാരന്റ് ആകും, എന്റെ മകന് പറയാൻ പറ്റണം, എന്റെ മകൾക്ക് പറയാൻ പറ്റണം, എന്റെ ഉമ്മയും ഉപ്പയും അവര് കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത്, എന്റെ ഉമ്മയും ഉപ്പയും എന്റെ അച്ഛനും അമ്മയും അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ പറയാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ കോച്ചിങ്ങിലേക്കൊക്കെ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ച്. അതിന് നമുക്ക് വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, എന്റെ ഉമ്മ 10ാം ക്ലാസ് ഫെയിലാ, പക്ഷെ ഞാൻ ഇപ്പൊ ക്ലാസ് തുടങ്ങിയാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റൂല ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ച്. കാരണം ആ ഒരു സംഭവം അവരെനിക്ക് തന്നതുകൊണ്ടാണ്. ദേ ആർ വെരി സ്പെഷ്യൽ.
അങ്ങനെ ആവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം കെടുത്തുന്ന ഒരു ചിന്തയാവട്ടെ അത്. എന്റെ മകനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, എന്റെ ഉപ്പയും ഉമ്മയും വ്യത്യസ്തരാണ്, എന്റെ ഉമ്മയും ഉപ്പയാണ് എന്റെ റോൾ മോഡൽ. നമ്മൾ പറയും നീ അവനെ കണ്ടു പഠിക്കുക, അവളെ കണ്ടു പഠിക്കുക, അപ്പുറത്തെ വീട്ടിലെ കുട്ടിനെ കണ്ടു പഠിക്കുക, നമ്മളെ വീട്ടിലെ ഈ കുട്ടിനെ കണ്ടു പഠിക്കുക എന്ന് പറയുന്നതിലുപരി നീ എന്നെ കണ്ടു പഠിക്കുക. ഇപ്പൊ പലർക്കും തോന്നുന്ന ഒരു കോംപ്ലക്സ് ആണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് സൗന്ദര്യം ഇല്ല, എനിക്ക് ആ ജോലി ഇല്ല, എനിക്ക് ഇതില്ല, എനിക്ക് മറ്റതില്ല. അതൊന്നുമല്ല ഇവിടെ പ്രസക്തി. നമ്മളെ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അല്ലെ? നമ്മളുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു. APJ അബ്ദുൽ കലാം എപ്പോഴും സംസാരിക്കുന്നത് APJ അബ്ദുൽ കലാമിന്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ചിട്ടാണ്. രാമേശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ഈ ലോകത്തിലോളം വളർന്ന, നമ്മുടെ ലോകവും കഴിഞ്ഞ് നമ്മുടെ ബഹിരാകാശം വരെ വളർന്ന ഒരു മനുഷ്യനാണ്. വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള അമ്മേനെ കുറിച്ചിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ കഥകളിലൂടെയും അവരുടെ വീഡിയോസിലും അവരുടെ പുസ്തകങ്ങളിലും ഒക്കെ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ വിദ്യാഭ്യാസത്തിനോ പണത്തിനോ ഒന്നും അല്ല കാര്യം. അതിലൊക്കെ ഉപരിയായിട്ട് ഒരു പാരന്റ് ആയിട്ട് നിൽക്കുക, ഒരു രക്ഷിതാവായി നിൽക്കുക എന്ന് പറയുന്നതിലുള്ള ഒരു ഭംഗിയുണ്ട്. അപ്പൊ മക്കളെ നമ്മൾ വേണ്ട രീതിയിൽ, ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ കർഷകനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ കർഷകന്റെ സമർപ്പണവും നമുക്ക് ആവശ്യമുണ്ട്. അവരൊരു വഴിയിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ വേറൊരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അതിലേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവർ കാണുന്നത്, അവർക്ക് കിട്ടുന്നത്. നമ്മൾ പറയണം അവർ ഈ വഴി മാത്രം പോയാൽ മതി, ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് അതിനപ്പുറത്തേക്കുള്ള വഴിയെ കുറിച്ച് നമുക്കും ധാരണയില്ല. അതുപോലെ തന്നെ എന്റെ മകനെ കുറിച്ച് നാളെ ഞാൻ അഭിമാനം കൊള്ളും, എന്റെ മകളെ കുറിച്ച് നാളെ ഞാൻ അഭിമാനം കൊള്ളും എന്നതിലുപരിയായിട്ട് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ എന്നെ കൊണ്ട് അഭിമാനം കൊള്ളാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്ന് മാറ്റി ചിന്തിച്ചു തുടങ്ങുന്നിടത്തുനിന്ന് നിങ്ങളുടെ പാരന്റിങ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് ഞാൻ പറയും. എന്റെ ജേർണി ഞാൻ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ കുട്ടിക്ക് 2 വയസ്സായപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ചേഞ്ചസ് വരുത്താനുണ്ട്. എന്റെ കുട്ടി വലുതായി കഴിയുമ്പോൾ അവന് പറയും എന്റെ ഉമ്മാനെ കുറിച്ച് അവൻ അഭിമാനം കൊള്ളണം എന്ന ചിന്തയിൽ നിന്നുമാണ് എനിക്ക് അന്ന് ഇല്ലാതിരുന്ന പല കഴിവുകളും ഞാൻ ഉണ്ടാക്കിയെടുത്തതും എനിക്ക് അന്നുണ്ടായിരുന്ന പല മോശമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ തിരുത്താൻ ശ്രമിച്ചതും. നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു മൊമെന്റ് വരണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ മക്കൾ വലുതായിട്ട് പറയാണ്, വലിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിയിട്ട് പറയാണ് എന്റെ ഉമ്മ കാരണം, എന്റെ ഉപ്പ കാരണം, എന്റെ അച്ഛൻ കാരണം, എന്റെ അമ്മ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇത്രയും വലിയ ആളായിട്ട് നിൽക്കുന്നത്. എന്റെ ലൈഫിൽ അന്ന് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവരതിനെ ഹാൻഡിൽ ചെയ്ത രീതി കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. സഞ്ജു സാംസൺ പറഞ്ഞിരുന്നു അല്ലെ? സഞ്ജു സാംസൺ അറിയൂലേ? നമ്മളെ കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്ലെയർ ആണ്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി T20 ഫൈനലൊക്കെ ജയിച്ച ഓക്കെ. അപ്പൊ സഞ്ജു സാംസന് സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു അല്ലെ? അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സക്സസ് വന്ന സമയത്ത് സഞ്ജു സാംസൺ പറഞ്ഞത് അച്ഛൻ തന്ന സപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു അച്ഛനും ഒരു അമ്മയോ ഒരു ഉമ്മയോ ഉപ്പയോ ഒക്കെ ആവാൻ വേണ്ടിയിട്ടും കൂടെ നമുക്ക് ശ്രമിക്കാം. മക്കള് അവരെ വഴിക്ക് അങ്ങനെ പൊയ്ക്കോളും. പക്ഷെ അതിലുപരിയായിട്ട് നമ്മളും എന്ത് ചെയ്യാൻ പറ്റിയത് ബെസ്റ്റ് പാരന്റ് ആവാൻ വേണ്ടിയിട്ട് കൂടെ ഒരു ശ്രമം നടത്തുന്നിടത്ത് നിന്നും നമുക്ക് തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ചിന്തകൾ കൊടുക്കാതിരിക്കുക. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവരായിട്ട് മാറുന്നത്. നമുക്ക് അതിനുള്ള ഒരു പവർ നമ്മളുടെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് അവർ നാളെ ആയിട്ട് മാറാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ചെയ്തിട്ട് എക്സെപ്ഷൻസ് വരുന്ന ചില കേസുകൾ ഉണ്ടാവാം. നമ്മൾ എല്ലാ കർഷകന്റെ പോലെ എല്ലാ നല്ല വിത്തും തന്നു, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടും ചിലപ്പോ 1-2 വിത്തുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നേക്കും. പക്ഷെ നമ്മൾ ആദ്യം ഫോക്കസ് പോവുക അതിലേക്കാണ്. ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇന്നത്തെ കാലത്തെ വിത്തൊന്നും ശരിയല്ല എന്ന് പറയും നമ്മൾ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ കർഷകന്റെ സ്റ്റോറി മറക്കാതിരിക്കുക. ഇന്നത്തെ കാര്യത്തിൽ നിങ്ങൾ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇന്നെന്നല്ല, എപ്പോഴും നിങ്ങൾ ആരുടെങ്കിലും സംസാരിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കർഷകന്റെ കഥയും അതുപോലെ ഈ തിരിഞ്ഞ ഒരു കാര്യം എന്താണ്, എന്റെ മകൻ എന്നെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം, എന്റെ മകൾ എന്നെ കൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരു മൊമെന്റ് എനിക്ക് ലൈഫിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൂടെയാണ്. അപ്പൊ നിങ്ങൾക്ക് വരുന്ന കുറെ ഡൗട്ടുകൾക്കുള്ള ഒരു ഉത്തരം കൂടെ ആവാം. ഇനി നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ APJ അബ്ദുൽ കലാമിന്റെ ഒരു ബുക്ക് ഉണ്ട്, അഗ്നിച്ചിറകുകൾ എന്ന് പറഞ്ഞിട്ട്. അതില് അവർ ജനിച്ചു വളർന്ന ഗ്രാമത്തിനെ കുറിച്ചും അച്ഛന്റെ അമ്മേന്റെയും സ്വാധീനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അതൊന്ന് വാങ്ങി വായിച്ചോ. അപ്പൊ നമ്മുടെ കയ്യിലാണ് നമ്മളുടെ മക്കളുടെ ഭാവി ഉള്ളത്. ആ ഭാവിനെ നമ്മൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിർത്തിയാലോ നമുക്ക്? ദിലേഷ്, സാദിഖ്, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. പിന്നെ വീഡിയോയിൽ ഇരിക്കുന്ന രണ്ടാളോട്, ശ്രീരാജ് സർ ആൻഡ് സഹീറ മാം, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടാണ് സെഷൻ ഫുൾ എടുത്തത്. എനിക്ക് ബാക്കിയുള്ളവരെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഒരാൾ ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഉണ്ട് എന്നുണ്ടാവുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകും. ഞാൻ ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വന്നിട്ടുള്ള ഭാവങ്ങളിലൂടെയാണ് സത്യത്തിൽ ഈ സെഷൻ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഖദീജ മാം ഓൾസോ താങ്ക് യു. നിങ്ങളുടെ റിയാക്ഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കാം. എനിവേ, സെഷൻ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദിലേഷിന്റെയോ സാദിഖിന്റെയോ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇവിടെ പറയാൻ പോസിബിൾ ആണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഐ വിൽ ഷെയർ മൈ നമ്പർ. ഓക്കെ, ചാറ്റിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഐ റിയലി വുഡ് ലവ് ടു നോ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സെഷൻ, വളരെ ചെറിയ സെഷനാണ്, വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെഷനാണ്. എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ പാരൻസിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള, എൻ്റെ മാതാപിതാക്കളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തന്നെ എനിക്കൊരു ദിവസം മതിയാകൂല, അത്രയും പറയാനുണ്ട്. പക്ഷെ ഇത് വളരെ ചെറിയൊരു സമയമായതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി, വളരെ ബുദ്ധിമുട്ടിയാണ് ചുരുക്കി സംസാരിച്ചത്. ഓക്കെ, അപ്പോ ദിലേഷ്, നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാന്ന് തോന്നുന്നു. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പോസിബിൾ ഹലോ ആണെങ്കിൽ. മാം, പറയാനുള്ളത് ഇതിപ്പോ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് ടെൻഷനാണുള്ളത് അവർക്ക്. ഒന്നെന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ഒരു ടെൻഷൻ, പിന്നെ ഒന്ന് പറഞ്ഞാൽ പേരൻസിനോട് എന്ത് പറയും എന്നുള്ള ഒരു ടെൻഷനും കൂടിയാണ് അവർക്കുള്ളത്. അപ്പൊ പേരൻസിനോട് എന്ത് പറയും, അവരെ എക്സെപ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരെ മൈൻഡിൽ ഒന്ന് ഇതാക്കണം. അതായിരിക്കും നല്ലത്. നമ്മളെ പേരൻസ് അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവരിത് ഈ എക്സാമിൽ എങ്ങനെ അവർ ഇത് മാർക്ക് ചെയ്യും, ഇത് സ്കോർ ചെയ്യും എന്നുള്ളത് നമ്മൾ അതിന് മൈൻഡിൽ നമ്മളത് വിടണം. അവരെങ്ങനെ ചെയ്താലും ഇതാക്കിയാലും അതായത് നമ്മള് പേരൻസിനോടുള്ള അവരുടെ ടെൻഷൻ അത് ഫ്രീ ആയിരിക്കണം അവർക്ക്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ കാര്യം. താങ്ക് യു സോ മച്ച് ജബ്ബാർ സർ. വളരെ വലിയൊരു പോയിന്റ് ആണ് നിങ്ങളുടെ പാരന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു കാര്യം. അത് തന്നെയാണ് നേരത്തെ സംസാരിച്ചത്. വാട്ട് എവർ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ മക്കൾക്ക് വീട്, അച്ഛൻ, അമ്മ എന്നുള്ള ഫീലിംഗിൽ നിന്നും വിട്ടുപോകാനുള്ള ഒരു കാരണമാവരുത് എന്നുള്ളത് ഞാൻ നേരത്തെ സംസാരിച്ച ഒരു കാര്യം ഒന്നും കൂടെ അവർ ഓർമ്മിപ്പിച്ചതാണ്. ഞാൻ വീണ്ടും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ പല പാരന്റ്സും ഓൾറെഡി എൻറോൾ ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് ഉണ്ട്, എക്സാം എഴുതാൻ പോകുന്നവരുടെ പാരന്റ്സ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ ഓൾറെഡി ഡോക്ടർ ആവാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും ലൈഫിൽ ഇനിയും ഒരുപാട് സാഹചര്യങ്ങൾ വരും. പഠിത്തം മാത്രമൊന്നുമല്ല, ജോലി, അവരുടെ വിവാഹം, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴും ഒരു കംഫർട്ട് സ്പേസ് ആയിട്ട് വീടും പാരന്റ്സും ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് കിട്ടാൻ പോകുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള സക്സസ് എന്ന് ഞാൻ പറയും. അതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സക്സസ് ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു വഴിയിലൂടെ പോയിട്ട് അവിടെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതിലും മനോഹരമായിട്ടുള്ള ഒരുപാട് വഴികൾ അപ്പുറത്തുണ്ടായിരിക്കാം. നിങ്ങൾ ഇങ്ങനെ മാത്രം ചിന്തിച്ചു നോക്കുക. ഈ ലോകത്ത് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത്, ഇപ്പൊ ഇതിൽ ഫുൾ നീറ്റ് ആസ്പിരൻസിന്റെ പാരന്റ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം, ഡോക്ടേഴ്സ് മാത്രമാണോ? അല്ല, വേറെയും ഒരുപാട് മേഖലകളിലുള്ള ആളുകൾ സക്സസ് ആയിട്ടുള്ളവർ, സന്തോഷത്തോടെ ജീവിക്കുന്നവർ, സക്സസ് ലൈഫ് കൊണ്ടുപോകുന്നവരുണ്ട് അല്ലെ? ഡോക്ടേഴ്സും ഉണ്ട്. അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എല്ലാ ഡോക്ടേഴ്സും ഹാപ്പി അല്ല. ഡോക്ടർ ആയിട്ടും ഹാപ്പിനെസ് കിട്ടാത്തവരുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളുടെ മക്കളുടെ സക്സസ് ആൻഡ് ഹാപ്പിനെസ് ആണ് നമ്മളുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവരുടെ മെന്റൽ ഹെൽത്ത് വരും. അവരുടെ ജോലി മാത്രമല്ല, അവർക്കത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റണം അല്ലെ?
അപ്പൊ ആ ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടി വരാൻ പറ്റണം നിങ്ങളുടെ അടുത്തേക്ക്. അത് നിങ്ങളുടെ മാത്രം കയ്യിലുള്ള, വേറെ ലോകം എന്തോ പറഞ്ഞോട്ടെ. ഞാൻ പറയട്ടെ, വീട്ടിൽ നിന്ന് ഒരു അച്ഛനോ അമ്മയോ ഒരു ഉമ്മയോ ഉപ്പയോ ഒരു സപ്പോർട്ട് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ലോകം എന്ത് പറഞ്ഞാലും ആ കുട്ടീനെ ബാധിക്കാൻ പോകുന്നില്ല. നേരെ തിരിച്ചാണെങ്കിൽ ആ കുട്ടി എന്ത് നേടിയാലും ആ കുട്ടിക്ക് ആ നേട്ടം അനുഭവിക്കാൻ കഴിയൂല. അതായത് വീട്ടിലൊരു ബുദ്ധിമുട്ടിക്കുന്ന അച്ഛനോ അമ്മയോ ഉമ്മയോ ഉപ്പയോ ആണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര നേടിക്കഴിഞ്ഞാലും ആ ലോകം മൊത്തം ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ കുട്ടിക്ക് എന്തോ ഒരു ലാക്ക്, എന്തോ ഒരു ഇല്ലായ്മ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് ആവാതെ ഒരു ഈ ഹോം എന്ന് പറയൂലേ, എനിക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചും കൂടെ ഹൗസ് ഹോം എന്ന് പറയും നമ്മള്. ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറാണ്, ഒരു ബിൽഡിംഗ്, അത് ഏതോ ഒരു ബിൽഡിംഗ്. പക്ഷെ ഹോം എന്ന് പറഞ്ഞാൽ അതൊരു ഫീലിംഗ് ആണ്. അപ്പൊ ആ ഒരു ഹോം ഫീലിംഗ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ജബ്ബാർ സർ. അത് ഒരു പാരന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇവിടെ ത്രൂ ഔട്ട് ദ സെഷൻ വീഡിയോയിൽ ഇരുന്ന രണ്ടുപേർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, എന്തായാലും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാൻ ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ ഓവർ ടു ദിലേഷ് പ്ലീസ്. ഹായ് ഡിയർ പാരൻസ്, എല്ലാവർക്കും ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ പാരൻസിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ പാരന്റിംഗ് കോച്ച് ഷംന മാഡത്തിന് ഞാൻ നന്ദി പറയാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കുട്ടികളിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഓവറോൾ സെഷനിൽ നിന്ന് നമ്മളിലുള്ള മാറ്റം പോലും ആ കുട്ടികളിലെ ആ ഒരു മാറ്റത്തിനൊരു കാരണമാകുന്നുള്ളൊരു ഓവറോൾ ഐഡിയ ഞാനിവിടെ സെഷനിൽ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. ഒരു അടിപൊളി സെഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ചില കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സെഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇന്നത്തെ സെഷനിൽ കിട്ടിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കുക. നമ്മളിലുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിൽ വരുത്തേണ്ടത്, അതെങ്ങനെ നമ്മുടെ കുട്ടികളിൽ കൂടി റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അതിന് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഫൈനൽ ഫേസിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ പോലും ആ ഒരു കാം മൈൻഡ് പോലും നമ്മളെ കുട്ടികളിലൂടെയും റിഫ്ലക്റ്റ് ആവും. ഓക്കെ, ആ ഒരു ഓവറോൾ ഇന്ന് ആ ഒരു സെഷനിലാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്കും അതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷനിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയക്കാം. കുട്ടികളുടെ കയ്യിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് ലൈവായിട്ട് പറയാം. ഓക്കെ, എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പൊ ഇവന് പാരന്റ്സിനായിക്കോട്ടെ ഇനി കുട്ടികൾക്കായിക്കോട്ടെ എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണോ വേണ്ടത്, ഒന്നാമത് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവരെ ഒരു വിധത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ അവരെ അവരവരായിട്ട് അംഗീകരിക്കുന്ന മെന്റേഴ്സും ടോപ്പേഴ്സും, അവർക്ക് അക്കാഡമിക് വൈസ് ആയിട്ടുള്ള സപ്പോർട്ട് ആണെങ്കിൽ അത് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. ഇനി അവർക്ക് മൈൻഡ് സെറ്റ് വൈസ് ആയിട്ട് വല്ല ടെൻഷനോ കാര്യങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫൈഡ് കോച്ചസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ടീമിലൊരു മൈൻഡ് കോച്ചും അതുപോലെ തന്നെ ഓവറോൾ ഒരു കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ ഏത് സമയത്തും കുട്ടികൾക്ക് അവർ ഏത് മേഖലയിലാണോ ചലഞ്ച് ആ സമയത്ത് അവർക്ക് കണക്ട് ചെയ്യാം. അതിലൊരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് പാരന്റ്സിനും ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എല്ലാവരും മാക്സിമം വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും കുട്ടികളുടെ കയ്യിൽ അവരെ വാട്സാപ്പിലൊക്കെ നമ്മളെ നമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സമയത്ത് കണക്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്ക് ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചായാലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചായാലും ഏത് നേരം നമുക്ക് അവരെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവരെങ്ങനെ എന്താ പറയാ നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഏത് നേരം നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ചില സമയത്ത് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മളെ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്ന പോലും കുട്ടികളെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തനാക്കുക, ജീവിതത്തിൽ അവര് എന്ത് ചലഞ്ച് വന്നാലും അവരെ അതിനെ നേരിടാൻ സ്വയം പര്യാപ്തനാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുള്ള ചില പ്രാക്ടിക്കൽ ലൈവ് സെഷൻസും ടൂൾസും ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക്
ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നില്ലെന്ന് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. ഇനി ഷാരു ആ ഒരു സ്ഥിരതയിലോട്ട് എത്താനായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നായിക്കോട്ടെ, നിങ്ങളും നമ്മളൊരു കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരണം. അപ്പോ എത്രത്തോളം കഴിവുകൾ ഇപ്പൊ നമ്മുടെ ടീമിലുള്ള എല്ലാ കുട്ടികൾക്കും നല്ലവിധ കഴിവുകളും അല്ലെങ്കിൽ അവർ ആ മേഖലയിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു പാഷനേറ്റഡ് ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ലൈഫ് ലോങ് സപ്പോർട്ട് ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു നീറ്റ് കൊണ്ട് മാത്രം നമ്മൾ പ്രോഗ്രാം അവസാനിക്കുന്നില്ല. അവര് ജീവിതത്തിൽ ഏത് മേഖലയിൽ ഫോളോ ചെയ്യുകയാണെങ്കിലും അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങളിലൂടെ പറയാനുള്ളത്. സമയം കുറച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഒരു മണിക്കൂറൊക്കെയാണ് പ്രതീക്ഷിച്ച്, പക്ഷേ ഇന്ന് ഓരോ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആയി എന്ന് വിചാരിക്കണു. അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുട്ടികളോട് ഓപ്പൺ ആയിട്ട് കണക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും പാരന്റ്സിന് എന്തെങ്കിലും പ്രത്യേക കൺസേണുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 100% കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. കാരണം ഈ കുട്ടികൾ ഈ നേരിടുന്ന ചലഞ്ചസിലൂടെ ഒക്കെ നമ്മളും ഒരു സമയത്ത് കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് ഇത് എത്രത്തോളമാണ് കുട്ടികൾക്ക് ആവശ്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ മിസ്സായി പോകുന്ന ഒരു മേഖലയാണ് ഈ മൈൻഡ് സെറ്റ് സപ്പോർട്ട് എന്നുള്ളത്. അത് അക്കാഡമിക്സ് ആയിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്, പക്ഷെ മൈൻഡ് സെറ്റിനോട് വരുമ്പോൾ അത് കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ടതല്ലേ, അല്ലെങ്കിൽ അവർക്ക് അത് ജന്മസിദ്ധമായിട്ട് ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മളൊരു സപ്പോർട്ട് എടുക്കേണ്ടി വരും. അതൊരിക്കലും നമ്മളിൽ കാലാകാലം ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു കുട്ടികളോട് ഇവിടെ അവരെ നമ്മളൊരു അടിമകളാക്കി അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കല്ല, അവരെ തന്നെ സ്വതന്ത്രനാക്കി അവരെ റിയൽ പൊട്ടൻഷ്യൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ അതിനുള്ള ചില സപ്പോർട്ടും ലൈവ് സെഷൻസും ആണ് കൊടുക്കുന്നത്. അപ്പോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും കാര്യങ്ങൾ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും ഇങ്ങനത്തെ സെഷൻസും ഒക്കെ നമുക്ക് ഒഴിവിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. കാരണം കുട്ടികൾക്ക് ഇപ്പൊ മെയിൻ ആയിട്ട് ആ ഒരു അക്കാഡമിക് സപ്പോർട്ടും അവരാ ഒരു പെർഫോമൻസ് കൂട്ടാനുള്ള ചില കാര്യങ്ങളും അതിന് മുൻഗണന കൊടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള സെഷൻസും ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു സെഷൻ കൊണ്ടോ ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല. നമുക്ക് ആ ഒരു സ്ഥിരമായിട്ടുള്ള മാറ്റം വരണമെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു മാജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളിലൊരു സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ അതിന് നമ്മളൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടേണ്ടതുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഷംന മാം ഒക്കെ പറഞ്ഞിരുന്നു, ഇപ്പൊ പാരന്റ്സിന്റെ ഇപ്പൊ നമ്മളെ കുട്ടികളെ കെയർ ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്നേഹിക്കണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ സ്നേഹിക്കാൻ കഴിയാത്ത എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ് അങ്ങനെ ആയിരിക്കാം. ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നമുക്ക് അതിന് മാത്രം സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മാത്രം ഒരു കെയറിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് കിട്ടിയതുള്ളൂ നമുക്ക് കൈമാറാൻ കഴിയാം. അങ്ങനെയും പല പല തലങ്ങൾ ഇതിലുണ്ട്. അപ്പോ എന്തായാലും നമ്മൾ ശ്രമിക്കുക, നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഷംന മാം പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്ക് ഒരു റോൾ മോഡൽ ആവാനും നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരു റോൾ മോഡൽ ആവാന് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ടൈമും ഇവിടെ അവസാനിച്ചിട്ടില്ല. ഒരു ഏജ് എന്നൊക്കെ പറയുന്ന ഒരു ജസ്റ്റ് ഒരു നമ്പർ എന്നൊക്കെ പറയുമല്ലോ, ഒരു അക്കം മാത്രമാണ്. ഓരോരുത്തർക്കും മാറാനുള്ള അവസരങ്ങളുണ്ട്. ഈവൻ നമ്മുടെ ഈ ഒരു കോച്ചിങ്, ഈ മൈൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞ ഈ പ്രൊഫഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ പോലും നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ഏതൊരു മനുഷ്യനും ആള് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെക്സ്റ്റ് തലത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു അടുത്ത തലത്തിലോട്ട് ഒരു മനുഷ്യന് ഉയരാൻ കഴിയും. അപ്പൊ അതിനുള്ള ചില സാഹചര്യങ്ങൾ, അതിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് മാറ്റാനുള്ള ചില ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാ പാരന്റ്സിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോച്ച്, പാരന്റിങ് കോച്ച് ഷംന മാഡത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ.